ധാണി കൺവെൻഷന്റെ പ്രഥമ രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. First of all, I praise the Lord for the initial night of the Thani convention. ഒരിക്കൽ കൂടെ തിരുവനന്തപുരത്തുള്ള ദൈവമക്കളോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ എളിയവനായി എനിക്കും കൃപാലുവായ ദൈവം തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കട്ടെ. At the outset, I praise the Lord for the golden opportunity that the Lord has granted me once again to be in the midst of the believers here in Trivandrum. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എൻ്റെ ശുശ്രൂഷയിലെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. Throughout the past days of my life, your prayers, your sincere concern and care was a great blessing in my life. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവിന്റെ നാമത്തിൽ ചോദിച്ചുകൊണ്ട് രാത്രിയിലെ വചനധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ക്ഷണിക്കുവാൻ താല്പര്യപ്പെടുന്നു. Henceforth, I earnestly beseech your prayer and let's direct your attention onto the word of God. രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കാം. For today's meditation, let's read from Acts of the Apostles, chapter 17, the 27th verse. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിനു തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താൻ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവൻ അല്ല താനും. He be not far from every one of us. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിലെ during the outset of the ministry of Saint Paul, അവൻ ഏതൻസ് എന്ന അഥേന എന്ന പട്ടണത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. He harbored at the shores of Athens. അഥേനയിലെത്തിയതായ പൗലോസ് അവിടുത്തെ യഹൂദന്മാരുടെ പള്ളികളിലും ചന്തസ്ഥലത്ത് കാണുന്നതായ ദൈവഭക്തന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചു വന്നു. Paul, who halted at the shores of Athens, from the streets to the synagogues, to all the believers and the people, the inhabitants of the land, he preached about Lord Jesus Christ, the Savior, his arrival and his resurrection. പൗലോസിന്റെ പ്രസംഗങ്ങൾ ചിലർ ഏറ്റെടുത്ത് കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. And many accepted the sermon of Paul and they believed in Jesus. എന്നാൽ എപ്പിക്കൂരിയരും സ്തോയിക്കരും എന്ന തത്വജ്ഞാനികൾ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയത്തിലെ പൗലോസിന്റെ പ്രസംഗത്തെ എതിർത്തു. However, the Epicureans and Stoics, now they are confronting Paul, picking the theme about the resurrection of the dead. ഈ തത്വജ്ഞാനികൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല. These philosophers, they never believed in the resurrection of the dead. അവർ സംഘമായി വന്ന് പൗലോസിനെ പിടിച്ച് മാർസിൽ എന്നറിയപ്പെടുന്നതായ അരയോപക കുന്നിലേക്ക് കൊണ്ടുപോയി. They came in clusters, they took hold of Paul and they took him to Areopagus, also known as Mars Hill. പൗലോസിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്ന ആ നവീന ഉപദേശം എന്താണെന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് നീ പ്രസ്താവിക്കുക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. They exclaimed unto Paul, hey, we are delighted, we are interested to hear about these bizarre teachings that you say, please speak up. പൗലോസ് എന്തെങ്കിലും നവീനമായ ആശയങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുമെന്ന് കണ്ടിട്ട് പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ അവർ അനേകർ മാർസിലിൽ അഥേന അരയോപക കുന്നിൽ കൂടി വരുവാൻ ഇടയായി തിരികെയുണ്ടായി. And a huge congregation mustered at the top of this Areopagus or the Marsil, ready to incline to the monumental speech of Saint Paul. അഥേന അഥവാ അഥേനക്കാരെന്ന് പറയുന്നത് പൊതുവെ ബഹുദൈവ വിശ്വാസികളാണ്. Athenians were people who worshipped idols. അഥീന ആണ് അവരുടെ പ്രധാന ദൈവം എന്ന് പറയുന്നത്. And the chief goddess was Athena. അഥീന എന്ന പേരിൽ നിന്നാണ് അഥേന എന്ന പട്ടണത്തിന് പേര് വരുവാൻ കാരണമായി തീർന്നത്. Out of the name of the goddess Athena echoed the name Athens. അത് കൂടാതെ അവർ അപ്പോളോ, സിയൂസ്, അതുപോലെ തന്നെ പോസിഡോൺ തുടങ്ങിയതായ 12ഓളം ഒളിമ്പ്യൻ പുരാണ ദൈവങ്ങളും അവർക്കുണ്ടായിരുന്നു. Moreover, they were polytheistic. Therefore, they had dozen of deities starting from Apollos, Zeus and even Poseidon. ഈ ദേവന്മാരെ കൂടാതെ അജ്ഞാത ദേവന് എന്നെഴുതിയതായ ഒരു ക്ഷേത്രവും അവർക്കുണ്ടായിരുന്നു. Interestingly, apart from this god, they had a shrine kept for an unknown god. എന്തുകൊണ്ടായിരുന്നു അജ്ഞാത ദേവൻ എന്ന് എഴുതിയതായ ഒരു ക്ഷേത്രം അവർ പണി കഴിപ്പിച്ചതെന്ന് വെച്ചാൽ, you know why they built a placeholder or an altar with the terminology unknown god? ഏതെങ്കിലും ഒരു ദൈവത്തെ അവർ ആരാധിക്കുന്നതെന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ കോപം അവരുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയാണ് അജ്ഞാത ദേവൻ എന്ന പേരിൽ ഒരു ക്ഷേത്രം അവർ അവിടെ സ്ഥാപിക്കുകയും അവർ ആരാധിക്കുകയും ചെയ്തിരുന്നത്. God forbid, if they leave out to worship any single god, the fury of that god should not bury them. Therefore they built an altar. ഈ സാഹചര്യത്തിലാണ് പൗലോസ് അഥേന
ജനത്തിനോട് അരികോപകുന്നിൽ നിന്നും പ്രസംഗിക്കുവാൻ തുടങ്ങുന്നത്. And in the midst of these situations, out came from the mouth of St. Paul the historical speech of the pinnacle of Areopagus. അഥേന പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. And Paul is embarking his sermon. Ye men of Athens, I perceive that in all things ye are too superstitious. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുതിയിരിക്കുന്നതായ ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു. And Paul added to his sermon, I was just roaming about and watching your shrines, and surprisingly I found an altar with the inscription unknown God. നിങ്ങൾ അറിയാത്തതായി ആ പൂജിക്കുന്നതിനെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുവാൻ പോകുന്നത്. Oh yes, whom therefore ye ignorantly worship, him declare I unto you. വിശുദ്ധ പൗലോസ് അടുത്തതായി പ്രസംഗം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. And thus begins the speech of St. Paul. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. God that made the world and all the things therein, seeing that he is Lord of heaven and earth, dwelleth not in temples made with hands. അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവൻ ആകിയാൽ മനുഷ്യ കൈകൊണ്ടുള്ളതായ ശുശ്രൂഷ അവന് ആവശ്യമില്ല. Since he giveth breath and life to all the beings, he is not interested in the worship of human beings. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിക്കുവാൻ ഒരുത്തിൽ നിന്ന് മാനവജാതിയെ മുഴുവനും അവൻ ഉളവാക്കി. And he formed the entire humankind to reside in different spheres of the world. മനുഷ്യൻ എപ്പോൾ എവിടെ എത്ര നാൾ വസിക്കണമെന്നുള്ള അവന്റെ പ്രവാസത്തിന്റെ അതിരുകളും കാലങ്ങളും ദൈവം തമ്പുരാൻ തന്നെ നിശ്ചയിച്ചു. When, where, how long man should reside, the limits and the boundaries of his lifespan, God himself estimated and kept. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുത്തിൽ നിന്ന് സകല മാനവജാതിയെയും ദൈവം സൃഷ്ടിച്ച് വിന്യസിച്ചതിന് ഒരു പരമപ്രധാനമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. Likewise, out of one particular human being, the Lord created dozen and more of human beings, and he dissipated them to different parts of the world. There was a tangible purpose. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. They should seek the Lord and find him. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നു, അവൻ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. Meanwhile, Paul says he's not far away from any. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. For in him we live, in him we move, and in him we have our being. നാം അവന്റെ സന്താനങ്ങളുമാകുന്നു. Oh, we are his offspring. പ്രിയ മക്കൾ, ഇങ്ങനെ പൗലോസിന്റെ പ്രസംഗം മുന്നോട്ട് പോവുകയാണ്. As the speech of St. Paul was proceeding, ഇന്ന് ഈ പൗലോസിന്റെ പ്രസംഗത്തിൽ നിന്നും ഒരൊറ്റ വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. today in the Lord, I wish to focus the attention to one excerpt out of the speech of St. Paul. പൗലോസ് പറയുന്നു, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. Paul stresses the phrase, he is not far from every one of us. ഇന്ന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ലോകത്തിൽ എത്രയോ മനുഷ്യർ ദൈവത്തെ തപ്പി അന്വേഷിച്ച് ചുറ്റി നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. Today, miserably failing to comprehend this reality, many people roam about, they grope and search for God in darkness. അധ്യയനക്കാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവം എന്ന് പറയുന്നത് ഈ ആകാശ സീമകൾക്കപ്പുറത്ത് നക്ഷത്രഗോളങ്ങളിലൊക്കെയും വസിക്കുന്നവനാണ് ദൈവം എന്നുള്ളത്. The Athenians believed that God was a figure who was residing in a palace beyond the troposphere. അതുകൊണ്ട് അവർക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ വിദൂരത്തിൽ കാണപ്പെടുന്നവനാണ് ദൈവമെന്ന് അഥേനക്കാർ ചിന്തിച്ചു. Therefore the Athenians deduced that this God is too far from us, we cannot reach him. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ ദൈവത്തെ അങ്ങ് ആകാശഗോളങ്ങൾക്ക് അപ്പുറത്ത് വിദൂരത്തിൽ എവിടെയോ കാണപ്പെടുന്നതായ ഒരു ശക്തിയായി ചിന്തിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. Likewise, even in today's age, we come across many people who see God as a divine force who resides beyond the outer space. ചിലർ ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കുവാൻ അപ്രാപ്യമായ ഒരാളാണ്. മറിച്ച് വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും പ്രവാചകന്മാർക്കും രോഗശാന്തി വരപ്രാപ്തർക്കൊക്കെ ഒക്കെ മാത്രമേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയൂ എന്ന് മറ്റു ചിലർ ചിന്തിക്കുന്നുണ്ട്. Some presume that God is unapproachable for ordinary beings, but just for gifted healers, renowned prophets, and celebrated evangelists he is approachable. പക്ഷേ ഇന്ന് രാത്രി ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. Oh, but tonight consider a reality. നമ്മുടെ ദൈവം ആർക്കും അകന്നിരിക്കുന്നവനല്ല. Our God is not far away to any. ഇന്ന് അനേകർ ദൈവത്തെ
ദൈവത്തെ അന്വേഷിച്ച് തപ്പി നടക്കുകയാണ് ചെയ്യുന്നത്. Today many people seek the Lord and they loiter around finding him. തിരുവെടുത്ത് പറയുന്നു, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. But the word of God says he is not too far from any of us. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യത്തിലേക്ക് വരുമ്പോൾ, When we turn to John's Gospel chapter 1 the 12th verse, അവിടെ വിശുദ്ധ തിരുവെടുത്ത് പ്രകാരം നമ്മോട് പറയുകയാണ്, the Holy Bible informs us, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളെ തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. but as many as received him, to them he gave power to become the sons of God, even to them that believe on his name. തിരുവെടുത്തിൽ മറ്റൊരിടത്ത് ഇപ്രകാരം പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In another passage in the word of God, reference is made, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. our Lord is not a respecter of persons. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് അവനെ അന്വേഷിക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നുവെന്ന് തിരുവെടുത്തിൽ നമുക്ക് കാണുന്നു. The word of God teaches us that people belonging to any caste, those who love him and seek him, he exposes himself. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. 33.5 years Lord Jesus Christ dealt on this earth. പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച സകല പ്രവൃത്തികളും തികച്ചു. All the missions that God the Father committed to him, he accomplished. അവൻ ഒലിവുമലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതിന് അല്പം മുൻപ്, perched atop the Mount of Olives as he rose heavenward, തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അന്തിമമായ ദൗത്യങ്ങൾ മുഴുവനും പരമേൽപ്പിച്ചു. he called his disciples and gave him this farewell speech. അവസാനമായി കർത്താവ് അവരോട് പ്രകാരം പറഞ്ഞു, The final words of the Lord was, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. Lo, I am with you even unto the end of the world. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. All through the days to the end of the world I will be with you. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമുക്ക് അകന്ന് വളരെ ദൂരത്തായിരിക്കുന്നവനായിരുന്ന ദൈവമല്ല. Dear people of God, our God is not distant, he is not remote. അവൻ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവനായ ഒരു ദൈവമാണ്. He is a God so close to us. എന്നാൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതായ ചില വിഷയങ്ങളെ തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കും. However, in the word of God we discover some things that pull man away from God. മനുഷ്യന്റെ പാപവും അവന്റെ അകൃത്യവുമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. When we go through the word of God, it underscores that it is the sin, the iniquities of man that draws him away from God. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് അടുത്തു വരുവാൻ സാധിക്കത്തില്ല. A man who is steeping in sin, he cannot draw nigh unto God. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് സാധിക്കത്തില്ല. A man who maroons in trespasses, he can never dream of going nigh unto God. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, When we turn to prophetical book of Isaiah chapter 59, the introductory verses, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, here this is the text, രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, my hand is not shortened, not enough to save, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്റെ ചെവി മന്ദമായിട്ടുമില്ല, my ears aren't heavy that it cannot hear. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. Your iniquity separated you and me. നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ മറച്ചു കളയുന്നത്. Your sins is veiling his face rather than heeding to your plea. സദൃശവാക്യം 15-29 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, In Proverbs 15:29 we read so, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നുവെന്നാണ് വായിക്കുന്നത്. the Lord stays away from the wicked. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കത്തില്ല എന്ന തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. The word of God we read that any man who lives in iniquity, he won't be strengthened. ആകയാൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഈ ചാണി നിവാസികളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, Therefore tonight with love we inform the inhabitants of the land of Chani, പാപത്തിലും അകൃത്യത്തിലും ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോകാതെ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുത്തു വരിക. lingering in sin, lingering in iniquities, don't go away from God, rather come too close to him. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ അഥേന പ്രസംഗത്തിൽ അത് തന്നെയാണ് പൗലോസും പറയുന്നത്. And these are the same words that he reiterates in his address in Athens. 17 അധ്യായത്തിൽ 30 വാക്യത്തിലേക്ക് വരുമ്പോൾ, In chapter 17 the 30th verse, പൗലോസ് ആ പ്രസംഗത്തിന്റെ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാകുന്നു, Paul is adding more things to his sermon. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. The times of this ignorance God winged it, but now commandeth all men everywhere to repent. സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുത്തു വരണമെന്നാണ് ദൈവ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The great will of God regarding human lives is all human sapiens all over the world should let go of their iniquities and come nigh to God. അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായത്തിന്റെ 19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, When we read from Acts of the Apostles chapter 3 the 19th verse, ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്ന ജനത്തോട് പത്രോസ് പ്രസംഗിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. unto the people who gathered in the hall of Solomon, now Peter delivers the sermon. അവിടെ പത്രോസ് കൂടി വന്നവരോട് പറയുന്നത്, ആകയാൽ നിങ്ങൾ
നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്നുള്ളതാകുന്നു. And Peter declares, repent ye therefore and be ye converted, that your sins may be blotted out. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സമ്മൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരുമെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. The word of God teaches us that if so, from the presence of our Lord, times of refreshing shall visit. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് അവനെ അലട്ടുന്നതായി പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. What is the fundamental sin of man today? That's a sin that haunts him today. ദുഷ്പ്രവൃത്തികളിലും പാപത്തിലും ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Man who commits evil deeds and pursues in sin, he is going away from God. ആധുനിക ലോകത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാലും Take a look at the plight of the contemporary world. എന്തെല്ലാം ഭയാനകമായ സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. What all terrific events we see around us. എത്രയോ ഭീകരമായ കൊലപാതകങ്ങൾ, Episodes of murder, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള്, children who kill their own parents, സ്വന്തം മക്കളെ കൊല്ലുന്ന മാതാപിതാക്കള്, parents who kill their own children, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, husband who stabs his own wife, സ്വന്തം ഭർത്താവിനെ ചതിച്ചു കൊല്ലുന്ന ഭാര്യമാര്, the wife who betrays and finishes off his own എത്രയോ husband. അഭ്യസ്തവിദ്യർ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. Educated people end their lives in the noose. മദ്യവും മയക്കുമരുന്ന് യൗവന ലോകത്തെ പോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Drugs and intoxications eat up the younger generation. ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ പാപം സർവശക്തിയോടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In all the 7 continents of the world with its full power, sin works. പാപത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യന് ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് സാധിക്കത്തില്ല. And as long as man is living in sin, he cannot draw nigh to God. സ്നേഹവാനായ ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വരിക. Oh, the loving God calls man, repent and turn nigh unto me. പഴയ നിയമകാല ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ When we go for a perusal through the Old Testament history, മനുഷ്യൻ പാപത്തിന്റെ മോചനത്തിനായി യാഗങ്ങൾ കഴിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. for the propitiation of the sins of man, he is doing sacrifices. പക്ഷെ അവൻ കഴിച്ച പാപങ്ങൾക്ക് അവനെ ശുദ്ധീകരിക്കുവാനോ നീതീകരിക്കുവാനോ പരിശുദ്ധനാക്കി തീർക്കുവാനോ സാധിച്ചില്ല. Tragically, those sacrifices that he did never made him perfect, holy, or removed his sins. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുവാനും നീതീകരിക്കുവാനും സാധിക്കാതെ പോയത്? Why were those sacrifices in the Old Testament failing to redeem man or sanctify his sins? മനുഷ്യൻ തെറ്റായി ചിന്തിച്ചു പാപത്തിന്റെ പരിഹാരം യാഗമാണെന്നുള്ളത്. That was a false thought of man, that the remission of his sin was sacrifice. ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമോ മാനസാന്തരമോ ഇല്ലാത്ത യാഗത്തിൽ ദൈവം ഒരു നാളും പ്രസാദിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. And the reality we conclude out of it is, God never pleased at the sacrifice without a conviction or pricking in the heart. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു ഏതെങ്കിലും പ്രവർത്തികളിലൂടെ അവരുടെ പാപങ്ങൾക്ക് അവർക്ക് വിമോചനം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന്. Even today, man is thinking that through different deeds of theirs, they could find remission from their sins. ചിലർ നോമ്പുകൾ നോക്കി അവരുടെ പാപമോചനം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. Some attempt to fast to find ransom for their sins. ചില പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളും ചെയ്ത് പാപവിമോചനം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. Some bountifully offer and do virtuous deeds to find a remedy for sin. ചിലർ നേർച്ച കാഴ്ചകളും തീർത്ഥാടന യാത്രകളും നടത്തി പാപമോചനം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. Some go for pious journeys and pilgrimages, searching for remedy of sin. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്ക് മനുഷ്യനെ നീതീകരിക്കുവാൻ സാധിച്ചില്ല. Therefore, the bottom line is, dear brothers and sisters, no deeds of man can ever justify a man. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുകയാണ്, The word of God heralds. ആണ്ടുതോറും നടത്തിവരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ സാധിച്ചില്ല. Through the yearly sacrifices that recurringly happened, those who approached nigh, they were never perfect in good works. മനുഷ്യന്റെ ഒരു പ്രവർത്തിക്കും അവനെ പുണ്യവാനാക്കി തീർക്കുവാൻ, അവന്റെ പാപമോചിക്കുവാൻ സാധിക്കത്തില്ല. No deed of man could make him a saint or purge his sins. ആകയാൽ തിരുവെഴുത്ത് പറയുന്നു, നീ മാനസാന്തരപ്പെടുക. Therefore, the word of God advises you, repent. മാനസാന്തരപ്പെട്ട ദൈവത്തോട് അടുത്തു വരുവാൻ സ്നേഹത്തോടെ കർത്താവ് വിളിക്കുകയാണ് ചെയ്യുന്നത്. With love, God calls you, repent and turn back to me, son. എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് സാധിക്കുന്നത്? How can we draw nigh unto God? ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ Once during the days of Lord Jesus Christ in this world, ശാസ്ത്രിമാരിൽ ഒരുവൻ വന്ന് കർത്താവിനോട് പ്രകാരം ചോദിക്കുകയുണ്ടായി. one of the scribes rushed unto God and he shot a question. കർത്താവേ, എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന ഏതാകുന്നു? Lord, tell me, which is the chief among all the commandments? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രകാരം പ്രതിവചിച്ചു. And Lord Jesus Christ gave him the response. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. Hear, O ye Israel, our Lord God is one. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. With your whole mind, with your whole heart and with your whole strength, you serve that God. രണ്ടാമത് കൂട്ടുകാരനെ
നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. Number 2, love your neighbor just like how you love yourself. ശാസ്ത്രി ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞ സത്യം തന്നെയാകുന്നു. The scribes nodded their head and said, yeah, it's true what you say. ദൈവം ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. For God is just one, there is none besides him. ആ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. That's God you should love with your whole heart, mind and your whole strength. ഇത് സർവാംഗ ഹോമങ്ങളെക്കാൾ സാരമേറിയതാകുന്നുവെന്ന് ശാസ്ത്രി പറഞ്ഞു. The scribe replied, this is more meaningful than all the sacrifices. കർത്താവ് അവനെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്. And there is another word that the Lord speaks to him. നീ ദൈവരാജ്യത്തോട് അകന്നിരിക്കുന്നവനല്ല എന്ന് പറയുകയാണ്. The Lord says you are no longer away from the kingdom of heaven. ആകയാൽ ദൈവത്തോട് അടുത്തു വരുവാൻ കർത്താവ് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നവരായിരിക്കണം. Therefore, to draw nigh unto God, you should love Lord Jesus with your whole heart, with your full mind, with your ultimate strength. അതാണ് റോമാലേഖനം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. That is what we read in Romans chapter 10, the 9th verse. യേശുവിനെ കർത്താവിന്റെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വായിക്കുന്നു. If thou shalt confess with thy mouth that Lord Jesus and believe in thine heart that God raised him from the dead, thou art saved. റോമാലേഖനം 10-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. Let's read from Romans chapter 10, the 9th verse. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. If thou wilt confess with your mouth that Jesus is Lord, you shall be saved. എന്താണ് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What do you mean by confessing with your mouth that Jesus is Lord? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. Touching a Jew, that's a daunting task. യഹൂദൻ യഹോവയായ കർത്താവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. Because the Jew addressed him as Jehovah the Lord God. കർത്താവ് എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ടെന്നായി കാണും, മനസ്സിലാക്കുവാൻ സാധിക്കും. The terminology Lord has got profound meanings. ഗ്രീക്കിൽ ഇതിന് കൂരിയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. In Greek, it's designated as kurios. ആ വാക്കിന്റെ അർത്ഥം ദൈവം എന്നാകുന്നു. The meaning is God. മറ്റൊരർത്ഥം ഉടമ എന്നാകുന്നു. Another meaning is owner. മറ്റൊരർത്ഥം നാഥൻ എന്നാകുന്നു. Another meaning is boss. മറ്റൊരർത്ഥം അധികാരമുള്ളവൻ The എന്നാകുന്നു. next one, the master, the one with authority. യഹോവയായ കർത്താവ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് In the place where they uttered Lord God, യേശുവിനെ കർത്താവിന്റെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. if you utter the Lord Jesus Christ is Lord through your mouth, you shall be saved. ഒരു വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുമ്പോൾ, When a man confess Lord Jesus as his own Lord, ഇന്നലെ വരെയും എന്നെ കർത്തൃത്വം നടത്തിയതായ പല ശക്തികളും ഉണ്ടായിരുന്നു. there were powers that reigned over me till my yesterday. പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തി. Sin had dominion over me. പിശാച് എന്റെ മേൽ കർത്തൃത്വം നടത്തി. The devil held his reigns over me. ലോകത്തിന്റെ പ്രലോഭനങ്ങൾ എന്റെ മേൽ കർത്തൃത്വം നടത്തി. The lust of the world has its sway over me. ഈ ലോകത്തിൽ പലതും എന്നിൽ കർത്തൃത്വം നടത്തിയിരുന്നു. Different things of the world took the lordship upon me. എന്നാൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, But today I call out, യേശുവാണ് എന്റെ കർത്താവ്, Jesus is my Lord. യേശുവാണ് എന്റെ ദൈവം, Jesus is my God. യേശുവാണ് എന്റെ ഉടമസ്ഥൻ, Jesus is my owner. യേശുവാണ് എന്റെ നാഥൻ, Jesus is my master. യേശുവാണ് എന്റെ യജമാനൻ, Jesus is my boss. യേശുവാണ് എന്റെ മേൽ അധികാരമുള്ളവൻ. Jesus holds authority over എന്റെ me. ജീവിതത്തിന്റെ തീരുമാനങ്ങളും വഴികളും അവന്റെ അധികാരത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. The decisions, the way of my life are held under His sway. ആകെ യേശുവിനെ കർത്താവ് നേറ്റു പറയുമ്പോൾ, Therefore, when you utter Jesus as the Lord in your life, സാത്താൻ ലജ്ജിച്ച് നാണിച്ചോടുകയാണ് ചെയ്യുന്നത്. oh, devil rushes back in shame. നമ്മുടെ ജീവിതത്തിന് മേൽ കർത്താവിന് അധികാരം കൊടുക്കുകയാണ്. We give God authority over our lives. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തീരുമാനങ്ങളും വഴികളും യേശു ക്രിസ്തുവാണ് ഇനി തീരുമാനിക്കുന്നത്. All the ways, all the decisions of our life, Jesus makes for us. ആകയാൽ കർത്താവിനോട് അടുത്തു വരുവീൻ. Therefore, come nigh unto Jesus. അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവീൻ. With your whole heart, whole might and whole strength you love Him. യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ കർത്താവിന്റെ വായ് കൊണ്ട് ഏറ്റുപറയുവാൻ തീരുമാനിക്കുവീൻ. Make up your mind to confess through your mouth that Jesus is the Lord of your life. യാക്കോബിന്റെ ലേഖനം 4-8 വരുമ്പോൾ, Turn to James chapter 4, the 8th verse. അവിടെ വിശുദ്ധ തിരുവെടുത്ത് നമ്മോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. The Holy Bible makes a summoning towards us. എന്നോട് അടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരാം. You come close unto me and I am prepared to come close to you. അവിടെ ദൈവം ഒരു കണ്ടീഷൻ വെക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. We come across a clause condition kept by God. യാക്കോബിന്റെ ലേഖനം 4-8 വാക്യം വായിച്ചാട്ടെ. Let's read from Epistle of James chapter 4, the 8th verse. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ,
എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നോക്കുക, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. Draw nigh to God, if so, he will draw nigh to you. നമുക്ക് എപ്രകാരം ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും? How can we draw nigh to God? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we turn to Hebrews chapter 10, അതിന്റെ 22-ാമത്തെ വാക്യത്തില് in verse number 22, നമുക്ക് എപ്രകാരം ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയും എന്നിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. there we find the result. How can we draw near to God? അവിടെ 4 വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 4 points we can derive from this verse. ഒന്ന്, നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ്. Number 1, for your evil conscience to be blotted out, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും sprinkled in your heart, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും and bodies washed with pure water, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായി having full assurance of faith. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുവാൻ പറയുന്നു. With a pure heart you're advised to draw nigh. എബ്രായ ലേഖനം 10-22 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. Let us read from Hebrews chapter 10, the 22nd verse. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ പറയുകയാണ് ചെയ്യുന്നത്. The beckoning is made to draw nigh to God. നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആദ്യം ഒരു നല്ല മനസാക്ഷി നമുക്ക് ആവശ്യമാണ്. The first step that we need to draw nigh to God is a pure conscience. നമ്മുടെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. Only if our conscience is pure can we draw close to God. എന്താണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by conscience? നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യമാകും നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. Our testimony about our own life is a conscience. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് തന്നെയുള്ള സാക്ഷ്യമാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. Our testimony about our own life can be termed as conscience. ദുർമനസാക്ഷിയുള്ള ഒരു മനുഷ്യന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കത്തില്ല. A person with evil conscience cannot draw nigh to God. ഒരിക്കൽ പാസ്റ്റർ ഫിലിപ്പിയാണ്ടപിള്ള പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. Once while Pastor Philip Chandapilla was preaching, he said so. നമ്മുടെ മനസാക്ഷി തന്നെയും തെറ്റായി വിധിക്കുന്ന ഒരു ന്യായാധിപനായിട്ട് മാറ്റപ്പെടും. Our conscience will become a judge who pricks us and who passes the decree in a wrong way. ആ വാക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. Pay attention to those words. നമ്മുടെ മനസാക്ഷി തന്നെയും തെറ്റായി വിധിക്കുന്ന ഒരു ന്യായാധിപനായിട്ട് മാറ്റപ്പെടും. Our conscience takes the seat of a judge who judges us in a wrong way. അതെപ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസാക്ഷി എത്തിച്ചേരുന്നത്? When does our conscience arrive to such a stage? നമ്മൾ ആദ്യമായിട്ട് ഒരു പാപം ചെയ്തു, We committed sin for the first time. നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തി, Our conscience pricked us അത് then. തെറ്റെന്ന് മനസാക്ഷി നമ്മോട് പറഞ്ഞു. Our conscience whispered to us, this is wrong. വീണ്ടും അതേ പാപം നമ്മൾ ആവർത്തിക്കുന്നു. Same sin done again. മനസാക്ഷി വീണ്ടും നമ്മളോട് പറയുന്നു അത് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നു. Again conscience says, please don't do it. വീണ്ടും വീണ്ടും പല പ്രാവശ്യം ആ പാപം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ Over and over again, perpetually you perpetrate that sin. മനസാക്ഷി ആ പാപവുമായിട്ട് അങ്ങ് താതാത്മ്യം പ്രാപിക്കുവാനിടയായി തീരും. Now the sin is falling in tempo with that erring conscience. ഫോർ എക്സാമ്പിള്, ആദ്യമായിട്ട് ഒരാൾ മദ്യപിച്ചു എന്നിരിക്കട്ടെ. a person is tasting liquor for the first time. മദ്യപിച്ചപ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തി. Primarily when he tasted liquor, his conscience pricked him. അയ്യോ, ഞാൻ എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ എങ്ങനെ പോകും? Oh no, how am I going to approach my parents now? വിശുദ്ധന്മാരെ എങ്ങനെ ഫേസ് ചെയ്യും? How will I face my sins? ഇനി ഞാൻ മദ്യപിക്കത്തില്ല. No, hereafter no more drinking. എന്നാൽ രണ്ടാമത് അവൻ മദ്യപിച്ചു. Second time he did it again. അപ്പൊ അവന്റെ മനസാക്ഷിക്ക് അല്പം കുറ്റബോധം കുറഞ്ഞു. And now slight pricking of conscience. വീട്ടുകാരെ അറിയാതിരുന്നാലും മതിയായിരുന്നു. It's fine or it's good if the family members doesn't know about it. ആരും അറിയാതിരുന്നാ മതിയായിരുന്നു. I hope no one knows this. എന്നാൽ തെറ്റായി പോയി. Oh, this is wrong, but വീണ്ടും അവൻ മദ്യപിക്കുകയാണ്. again he is drinking. ഇപ്പോൾ അവൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? Now what is he feeling? ഇപ്പോൾ അവൻ കുറച്ചൊക്കെ അവൻ മദ്യപിക്കുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. He's exposing to the society that he does taste drinks and he's revealing himself. മനസാക്ഷിയുടെ കുറ്റബോധം കുറഞ്ഞു വരികയാണ്. There is a diminishing in the pricking of conscience. അവൻ നാലാമത് മദ്യപിച്ചു. Fourth time he did. ഇപ്പോൾ അവൻ എന്താ പറയുന്നത്? Now what are his words? അല്പം മദ്യപിച്ചെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാതിരിക്കുമോ? Liquor doesn't hinder me from ascending to heaven. അതിനേക്കാൾ പാപം ചെയ്യുന്ന എത്രയോ പേര് ലോകത്തിലുണ്ട്. There are people who committed even more grave sins. യേശുവല്ലേ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തത്? See, even Jesus turned water into wine in the wedding of Cana. ഇപ്പൊ അവന്റെ മനസാക്ഷി ആ പാവവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. Now his conscience is adjusted, well suited to that sin. അവന്റെ മനസാക്ഷി തെറ്റായി വിധിക്കുന്ന ഒരു ന്യായാധിപനായി മാറ്റം കഴിഞ്ഞിരിക്കുന്നു.
വിട്ടുപോയിരിക്കുന്നു. Now his conscience is a judge who gives the judgment in the wrong way. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, That's why the Holy Scripture says, ഒരുവന് യാതൊരു പാപത്തെക്കുറിച്ചും ബോധം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവൻ നീതിമാനാകുന്നില്ല. suppose if a man is not convicted about any of his sins, that doesn't imply that he is righteous. പക്ഷെ നാം ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ But for us to draw nigh to God, നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വരിക്കരുത്. our conscience should not prick us. നമ്മുടെ മനസാക്ഷി Our വിശുദ്ധമായിരിക്കണം. conscience should be holy. നമ്മുടെ മനസാക്ഷി വിശുദ്ധമായി തീരണമെങ്കിൽ For the conscience to be pure, ഒന്നാമത് അവിടെ പറയുന്നു, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി കാണപ്പെടണം. first up it's mentioned you should be sprinkled in your heart. ആ തളിക്കപ്പെട്ടവെന്ന വാക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. Pick the phrase sprinkling of the heart. അത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് തളിക്കപ്പെടുക എന്ന് പറയുന്നത്. That's the usage of the Old Testament being sprinkled. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ When we go through the book of Exodus, അറുക്കപ്പെടുന്ന യാഗമൃഗത്തിന്റെ രക്തം the slain paschal lamb, ശുദ്ധീകരണത്തിന് വേണ്ടി ജനത്തിന്റെ മേൽ തളിക്കുന്നു. the blood of the animal is put on the people for അത് sanctification. യാഗപീഠത്തിന്റെ ചുറ്റും തളിക്കുന്നു. That's poured on the sides of the altar. അത് കൃപാസനത്തിന്റെ മേൽ തളിക്കുന്നു. That's put upon the mercy seat. രക്തം തളിച്ച് യാഗമൃഗത്തിന്റെ രക്തം തളിച്ചതിനെ ശുദ്ധീകരിക്കുന്നു. Blood is sprinkled upon the altar and is just made purified. എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ But for us to access close to Lord Jesus, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, 1 Peter chapter 1 the second verse we read so, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ to attain sanctification of the Spirit, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടേണ്ടിയിരിക്കുന്നു. you should be sprinkled by the blood of Jesus. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടേണ്ടിയിരിക്കുന്നു. To attain the sanctification of the soul, be sprinkled by the blood of Jesus. അതാണ് എബ്രായ ലേഖനം 9-14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. That is what we read in Hebrews 9:14. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, The precious blood of the Lamb നമ്മുടെ മനസാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വായിക്കുന്നു. purges our conscience from dead works to serve God. ആകയാൽ കർത്താവിനോട് നിങ്ങൾക്ക് അടുത്തു വരുവാൻ സാധിക്കണമെങ്കിൽ Therefore, do you want to draw nigh unto God? ഒരു ശുദ്ധ മനസാക്ഷി നമുക്കുണ്ടാവണം. Win a good conscience. ശുദ്ധ മനസാക്ഷി ഉണ്ടാകണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരായി തീരണം. To cultivate a good conscience, your heart should be sprinkled by the blood of Jesus. എന്താണ് യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? What is the uniqueness of the blood of Jesus? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. The blood of his son Jesus cleanses us from all our sins. കർത്താവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതായ രക്തമാണ്. Yes, the blood of Jesus is the one that sanctifies യേശുവിന്റെ us. രക്തം നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർക്കുന്ന രക്തമാണ്. The blood of Jesus is one that allures us close to God. ദൈവത്തിന്റെ യേശുവിന്റെ രക്തം നമ്മെ നീതീകരിക്കുന്നതായ രക്തമാണ്. The blood of Jesus is the one that justifies us. യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നതായ രക്തമാണ്. The blood of Jesus is the one that purifies us. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുക്കുന്നതായ രക്തമാണ്. Oh, the blood of Jesus is something that redeems us. ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Tonight, dear listeners, heeding to a voice, ദേശനിവാസികളെ, inhabitants of the land, നീ ദൈവത്തെ തപ്പി നടക്കാതെ don't speak of the God കർത്താവ് groping. യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക് നീ കടന്നു വരിക. Come close, nigh into the blood of Jesus. കർത്താവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്നു. His blood for നിന്റെ മനസാക്ഷിയെ you. ശുദ്ധീകരിക്കും. It cleanses your conscience. ദൈവം ബാഹ്യ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കി Makes തീർക്കും. you worthy to stand before ഇന്ന് God. രാത്രി എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? Tonight, how many people of God believe it? കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ Oh കർത്താവേ. Lord, cleanse me by your blood, please. എന്റെ മനസാക്ഷി വിശുദ്ധമാക്കി തീർക്കണമേ കർത്താവേ. Make my conscience pure, Lord. തിരുമുമ്പിൽ നിൽക്കുവാൻ എന്നെ നീതീകരിക്കണമേ കർത്താവേ. Lord, justify me so that I might stand before your holy എന്നെ presence. ദൈവത്തോട് സമീപസ്ഥനാക്കി തീർക്കണമേ കർത്താവേ. Turn me close to thee, Savior. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി. എല്ലാവരെയും മക്കളും ചേർന്ന് പാടിയാണ്. ഞാൻ ജയം പാടിയിടും അകത്തോൽ സ്തുതി നിനക്കെന്ന് ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ മഹത്വം രക്ഷകാ സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കോ അങ്ങേ ഞാൻ ആയുസ്സെല്ലാം നന്ദിയോടടി വണങ്ങും സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സെല്ലാം നന്ദിയോടടി വണങ്ങും ഭാഗ്യകാലം ഓർക്കുമ്പോഴേ തുള്ളുന്നു ഈ ലോകസുഖം കല്ലിന ഭാഗ്യം കണ്ടപ്പോ Hallelujah.
പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, Dear people of God, dear brothers and sisters, അവന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി to sanctify us through his blood. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ When we turn to Hebrews chapter 13, the 12th അവിടെ verse, നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. this is what we discover. അങ്ങനെ ക്രിസ്തുവൻ തന്റെ സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ചു. Wherefore Jesus also, that he might sanctify the people with his own blood, suffered without the gate. നമ്മുടെ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് കഷ്ടം സഹിച്ചു. Lord Jesus Christ suffered so that we might be രാത്രി sanctified. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Dear listeners heeding to us നമ്മുടെ tonight, കർത്താവ് യേശുവിന്റെ കാൽവരി യാഗത്തിലേക്ക് നോക്കുക. just behold the sacrifice of Jesus on the കർത്താവ് cross. ക്രൂശിൽ അനുഭവിച്ച വേദനകളെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കുക. For a moment meditate the sufferings that he endured on the നമ്മളെ cross ശുദ്ധരാക്കി തീർക്കുവാൻ വേണ്ടി to make us holy. ക്രൂശീകരണത്തെ കുറിച്ച് About crucifixion, നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതായ ഒരു നിരീക്ഷണമുണ്ട്. there is a remark that Indian Supreme Court has made. നമ്മുടെ സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് കെ.ജി. തോമസ്. Justice K.G. Thomas was a senior judge in the Supreme Court of ഈ India. വിഷയത്തെ കുറിച്ച് തന്നെ ആധികാരികമായിട്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. He has wrote a book written about this. ജസ്റ്റിസ് കെ.ജി. തോമസ് ഇപ്രകാരമാണ് പറയുന്നത്. Justice K.G. Thomas has written so. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മൃഗീയവും ഏറ്റവും ക്രൂരവുമായ വധശിക്ഷയാണ് ക്രൂശീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. The cruelest and the most bestial method of punishment given under the sun is crucifixion. ഇന്ത്യൻ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് എത്തിയിരിക്കുന്നത്. Indian Supreme Court came to such an observation. അതിന് കാരണമായിരിക്കുന്നത് There are substantial evidences. സുപ്രീം കോടതിയിൽ ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടി വന്നു. One particular culprit was sentenced to death in the Supreme Court. ആർട്ടിക്കിൾ 21 പ്രകാരം According to Article 21, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ പ്രാണൻ എടുക്കുക മാത്രമേ ചെയ്യാവൂ. the permission is given to only take the soul or the life of the person who is sentenced to die. മറ്റൊരു ക്ഷതവും ശരീരത്തിൽ വരുവാൻ പാടില്ല. No other harm should be done to the body. ഇതെങ്ങനെ നടത്താമെന്നുള്ളതിനെ കുറിച്ച് സുപ്രീം കോടതി പഠനം നടത്തി. And Supreme Court did studies on how to execute this. ലോകത്തിലെ എല്ലാ കോടതികളും നടത്തുന്ന വധശിക്ഷയെ കുറിച്ച് ഇന്ത്യൻ സുപ്രീം കോടതി പഠിച്ചു. Supreme Court thoroughly learned about all the justice systems and the penal judgment that is given out of all the justice systems of the world. അങ്ങനെയാണ് റോമ ഗവൺമെന്റിന്റെ ഈ ക്രൂശീകരണം എന്ന വിഷയത്തെ കുറിച്ച് സുപ്രീം കോടതി പഠിക്കുവാനിടയായി തീർന്നത്. Likewise, they happened to study about crucifixion, a method used by the Roman government. ഫിനീഷ്യൻ കടൽ കൊള്ളക്കാരുടെ ഇടയിൽ നിന്നാണ് റോമ ഗവൺമെന്റ് ക്രൂശീകരണം ഏറ്റെടുത്തത്. Among the pirates, they adopted this particular type of crucifixion. ഈ കടൽ കൊള്ളക്കാരാണ് ആദ്യമായിട്ട് ക്രൂശീകരണം നടത്തിയത്. It's these pirates who introduced crucifixion for the first time. പക്ഷെ സുപ്രീം കോടതി ക്രൂശീകരണം വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. But Supreme Court banned crucifixion. ഒടുവിൽ തൂക്കിക്കൊല എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതിയുടെ നിഗമനത്തിൽ എത്തിച്ചേർന്നു. Finally, they came to the inference, death by hanging. കാരണം ക്രൂശീകരണം എന്ന് പറയുന്ന ഏറ്റവും ഹീനമായ ഏറ്റവും പൈശാചികമായ ഒരു വധശിക്ഷയായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. Why? Because take the case of crucifixion, that's the most diabolic, devilish type of execution. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആ ക്രൂശീകരണം അവന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. And Lord Jesus Christ, he tasted that crucifixion in his life. ഏറ്റവും മൃഗീയമായ മരണം, Oh, the most bestial form of death, ക്രൂരമായ മരണം, the cruelest form of death. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ രണ്ട് വ്യത്യസ്ത കോടതികളിലാണ് വിചാരണ ചെയ്തത്. Two distinct courts, Lord Jesus was interrogated. ഒന്ന് മതകോടതി, First one, the religious court. രണ്ട് ജുഡീഷ്യൽ കോടതി. Second one, the judicial court. 5 കോടതികളിലായി 6 വട്ടം യേശുവിനെ വിചാരണ ചെയ്തു. In 5 courts for 6 times, Jesus was questioned. ഒടുവിൽ റോമൻ നിയമം അനുസരിച്ച് പൊന്തിയാസ് പീലാത്തോസ് അവനെ ക്രൂശിക്കുവാൻ വിധിച്ചു. Finally, leaning on the Roman law, Pontius Pilate made up the decree to crucify him. റോമൻ നിയമം അനുസരിച്ച് ക്രൂശിക്കാൻ വിധിക്കപ്പെട്ട ഒരാൾക്ക് 3 വിധത്തിലുള്ള ദണ്ഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. Based on the Roman laws, a man who's attested to be crucified, he should go through 3 types of persecutions. അതിലൊന്നാമത്തേതാണ് ചമ്മട്ടി കൊണ്ടുള്ള 64 അടികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. Number 1, 64 thrashings with a scourge. ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ട ഒരു പ്രതിയെ, A culprit who is given for crucifixion, അവന്റെ തല അരത്തൂണിന് അഭിമുഖമായി വരത്തക്കവണ്ണം അവനെ ചേർത്ത് കെട്ടി നിർത്തും. his face is fastened by the strap to a pillar. എന്നിട്ട് അവന്റെ പുറത്ത് ചമ്മട്ടി കൊണ്ട് അടിക്കും. And then they will flog him on his rear side. ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ 32 അടി അടിക്കും. If a feeble man is given the thrashings, he will be given it for 32 times. അതിനുശേഷം ഒരു ഇടവേള കൊടുക്കും. Then a small interval. വീണ്ടും അടുത്ത 32 അടി അടിക്കും. And then the next 32 comes. ആരോഗ്യമുള്ളവരാണെങ്കിൽ 64 അടി ചമ്മട്ടി കൊണ്ട് അടിക്കും. If the convict is hale and hearty, then 64 together in one stretch. നമ്മുടെ കർത്താവിന്റെ പുറത്ത് 64 അടി ചമ്മട്ടി കൊണ്ട് അടിച്ചു. 64 times they flogged the rear side of Jesus with a whip. തിരുവെഴുത്തിൽ
ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. It's recorded in the scripture. ഉഴുവുകാർ അവന്റെ മുതുകത്ത് ഉഴുതു. The plowman furrowed on his backside. ഉഴുവുചാലുകളെ നീളത്തിൽ കീറി. And the furrows that were riven on his rear ഈ side. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, Now the second mode of punishment, ക്രൂശിക്കുവാൻ വിധിക്കപ്പെട്ടതായ വ്യക്തി this man who was verdicted to be crucified, ക്രൂശീകരണ സ്ഥലത്തേക്ക് തന്നെ ക്രൂശിക്കുവാനുള്ള ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകണം. tottering, staggering that rugged cross, he should ascend to the place of crucifixion. നമ്മുടെ കർത്താവ് തന്നെ ക്രൂശിക്കുവാനുള്ള മരുക്കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ, As Lord Jesus Christ bore his own cross to crucify himself onto the peaks, ക്രൂശിന്റെ ഭാരം താങ്ങുവാനാകാതെ അവൻ ഇടയ്ക്ക് ഇടറി വീണുവെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. he was too frail to carry the burden of the cross, so he staggered and he fumbled. കരുണയില്ലാത്ത പടയാളികൾ ചാട്ടവാർച്ചോടെത്തി അവനെ അടിച്ചു. Oh, those merciful soldiers, they whipped him again. മൂന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, And the third mode of punishment, ക്രൂശീകരണ സ്ഥലത്തെത്തിയതിനു ശേഷം after reaching the venue of crucifixion, പ്രതിയെ ക്രൂശിൽ മലർത്തി കിടത്തും. the convict is made to lie on the cross. 9 ഇഞ്ച് നീളമുള്ള ഒരു കാരിരുമ്പാണി കയ്യിലും കാലിലും തുളച്ചു കയറ്റും. 9-inch long forged nails will be pierced through the wrist and the hand. ഈ ആണി കടിച്ചു കയറ്റുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. When the nails have been drilled down, there is a condition. ഈ ആണിയുടെ മുന ക്രൂശിന്റെ മറുവശത്ത് പുറത്തു വരണം. The pointed end should come out through the other end of the wood. അതിനുശേഷം ഈ ക്രൂശ് കമഴ്ത്തി കിടക്കും. Thereafter, the cross will be turned upside down. ക്രൂശിക്കപ്പെട്ട വ്യക്തിയോട് ചൂടെ ക്രൂശ് കമഴ്ത്തി കിടത്തിയിട്ട് Along with the man who was crucified, the cross will be turned over. പടയാളികൾ ക്രൂശിൽ ചവിട്ടി പിടിച്ച് ആണി അടിച്ച് വളയ്ക്കുവാനിടയായിത്തീരും. The soldiers will stamp on the cross and hammer the nails again. ഇത്തരത്തിലുള്ള കഷ്ടങ്ങളെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. All the fleet of sufferings our Lord, he underwent for us. അതിനുശേഷം ലംബമായി ക്രൂശ് ഉയർത്തി ഉറപ്പിക്കും. And then they will erect and make the cross stand still. ക്രൂശീകരണത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്, The condition of crucifixion is അയാൾ ഉടനെ മരിക്കുവാൻ പാടില്ല. he should not experience a sudden death. പകലത്തെ ചൂടും രാത്രിയിലെ തണുപ്പും മുഴുവനും സഹിക്കണം. He should go through the scorching heat of the day and the chilling cold of the night. വിശപ്പും ദാഹവും സഹിക്കണം. He should go through hunger and thirst. ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്നില്ല. The person who was crucified, there's no damage meted out to his brain, അവന്റെ കരളിനോ ഹൃദയത്തിനോ ക്ഷതം സംഭവിക്കുന്നില്ല. no damage to his heart or liver. അതുകൊണ്ട് അതിഭയങ്കരമായ വേദന സഹിച്ച് 3 ദിവസം മുതൽ 7 ദിവസം വരെ എടുത്താണ് ആ വ്യക്തി മരിക്കുന്നത്. Therefore, excruciating pain, everything he suffers, and then on the 3rd or 4th day, he gives up his ghost. അവന്റെ കൈയും കാലും പഴുത്ത് ശരീരത്തിന്റെ ഭാരം മുഴുവൻ ആണിയിൽ തൂങ്ങുമ്പോൾ വേദന സഹിക്കുവാൻ കഴിയത്തില്ല. Hands and feet septic, now ribbons of flesh sagging and dangling. Oh, that pain is beyond bearing. രാത്രിയിൽ വേദന കൊണ്ട് അലറി വിളിക്കുന്ന ശബ്ദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ മുഴങ്ങി കേൾക്കുവാൻ സാധിക്കും. During the night hours, the scared wail of pain is echoing in the nearby hamlets. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, hearkening to me. എന്തിനു വേണ്ടിയായിരുന്നു ഇപ്രകാരമുള്ള യാഗവസ്തുവായി തീരുവാൻ യേശു തന്നെ സമർപ്പിച്ചു കൊടുത്തത്? Why did Lord Jesus Christ give up himself to be such an object of sacrifice? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ യാഗവസ്തുവാണ് താനെന്ന് യേശു സ്വയം അംഗീകരിച്ചത് കൊണ്ടാണ്. Jesus accepted by himself, I am an offering, an object of sacrifice for the redemption of mankind appointed by God. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു യാഗവസ്തുവാണെന്ന് താനെന്ന് യേശുവിന് അറിയാമായിരുന്നു. Jesus knew very well that he was the object of sacrifice appointed by the Father for the redemption of mankind. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അവസാനമായി പെസഹ ആചരിക്കുമ്പോൾ, That's why in the last supper, Jesus, അവൻ അപ്പമെടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, he broke the bread, gave it to the disciples and said, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു. this is my body giving for you. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുവാൻ പോകുന്ന എന്റെ ശരീരം. My body that's going to be broken for you. അവൻ പാനപാത്രത്തിൽ നിന്ന് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, He poured out from the cup ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയാൻ പോകുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു. and said, this is the blood of New Testament that I'm going to shed on your stead. കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞത് പുണ്യാഹ രക്തമാണ്. The pious blood the Lord Jesus shed on the അത് പാപങ്ങളെ cross. പരിഹരിക്കുന്ന രക്തമാണ്. Oh, that solves sin. ഏത് വലിയ പാപവും കഴുകിക്കളയുവാൻ യേശുവിന്റെ രക്തത്തിന് സാധിക്കും. Any terrible sin, this blood of Jesus can wash away. എത്രയോ നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. Many cannibals were converted as lovers of men through the blood of Jesus. 1950-കളിലെ 1950s, അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തെ ഭീതിയിലാഴ്ത്തിയ ഒരു
ഒരു ഗ്യാങ് ലീഡർ ഉണ്ടായിരുന്നു. There was a gangster who took hold of the whole of New York in threat. അവന്റെ പേര് നിക്കി ക്രൂസ് എന്നായിരുന്നു. His name is Nicky Cross. അവൻ പിൽക്കാലഘട്ടത്തിൽ പാസ്റ്റർ നിക്കി ക്രൂസ് ആയി തീരുവാനിടയായി തീർന്നു. Further, he became Pastor Nicky Cruz. അവൻ വെടിവെപ്പും കത്തിക്കുത്തും ഭീഷണിയുമായി ന്യൂയോർക്ക് പട്ടണത്തെ കിടുകിടാ വിറപ്പിച്ചു. He was gunning down people, he was stabbing people, such a headache in the city of New York. നിക്കി ക്രൂസിന്റെ പേര് കേൾക്കുന്നത് പോലും പട്ടണത്തിൽ സകലർക്കും ഭയമായിരുന്നു. And the inhabitants of the land quivered on hearing Nicky Cruz. എന്നാൽ ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു യുവാവായ പാസ്റ്റർ But a young pastor named as Wilkerson, നിക്കി ക്രൂസിന്റെ അടുത്തെത്തി. he came to Nicky Cruz. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. He informed about the love of Jesus. നിക്കി ക്രൂസ്, നീ എത്ര ക്രൂരനാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു. Hey Nicky Cruz, you might be so cruel, but no one thinks Jesus loves you, child. അവൻ കത്തികൊണ്ട് ആ പാസ്റ്റർ ഡേവിഡിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അരിഞ്ഞരിഞ്ഞ് കഷ്ണമായിട്ട് നുറുക്കും. He sheathed his knife, stretched out to the pastor and said, hey, how dare you say this? I'm going to chop you into pieces. പാസ്റ്റർ ഡേവിഡ് ഇപ്രകാരം മറുപടി പറഞ്ഞു, And Pastor David boldly said, നീ എന്നെ കഷ്ണമായി നുറുക്കുമ്പോൾ when you chop me down to pieces, ആ ഓരോ കഷ്ണവും നിന്നോട് പറയും യേശു നിന്നെ സ്നേഹിക്കുന്നവനാണ്. each of that motile flesh will say aloud, Jesus loves you. ഈ വാക്ക് കേട്ട് അവന്റെ ഹൃദയം തകർന്നുപോയി. Hearing this word, his heart was നിക്കി shredded. ക്രൂസ് കത്തി താഴെയിട്ടു. Nicky Cross cast down the ഡേവിഡ് knife. വിൽക്കേഴ്സന്റെ മുമ്പിൽ മുട്ടുമടക്കി. He knelt before David Wilkerson. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവനായ യേശു ഉണ്ടോ? Is there a Jesus who loves me so much? അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ തെറ്റുകൾ മുഴുവൻ ഏറ്റുപറഞ്ഞു. Sobbing and whimpering, he confessed all his അവന്റെ crimes. ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. And he surrendered his life for Jesus. ദൈവം അവന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകിക്കളഞ്ഞു. And God removed all the stains of his sin. കർത്താവിന്റെ ശുശ്രൂഷകനെ അവന്റെ ജീവിതം മാറ്റിവെച്ചു. And his life was converted as a minister of പാസ്റ്റർ നിക്കി God. ക്രൂസ് ലോകമെമ്പാട് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. Pastor Nicky Cruz became a worldwide preacher. അനേക പാപികളെ നിക്കി ക്രൂസ് യേശുവിലേക്ക് മടക്കി വരുത്തി. He brought many sinners back to Lord Jesus. ഇന്ന് രാത്രി ഈ നിലവാരത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി ഞങ്ങളുടെ ശബ്ദം കേൾക്കണമെങ്കിൽ Tonight, if any such person is heeding to our voice, ദാവീദ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. incline to a word that David 51-ാം says. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ When we turn to Psalm 51, അതിന്റെ 16 17 വാക്യങ്ങൾ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്. verses 16 and 17, there is the crying plea of ദൈവമേ, David. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, Lord, you doesn't desire sacrifice, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. else I would give it. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല, You don't delight in burnt offerings either. അങ്ങനെയെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു കർത്താവേ. If it weren't so, I would have given it gladly, Lord. എന്നിട്ട് അവൻ പറയുകയാണ്, And then he says, ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങൾ, the sacrifice that's pleasing to God. തകർന്നു നുറുകിയിരിക്കുന്ന മനസ്സ്, It's a broken and contrite mind, തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ a shredded and shattered heart. ദൈവമേ നീ ഒരു നാളും നിരസിക്കത്തില്ല. Oh God, thou wilt never despise. ദാവീദിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. Try to understand the meaning of the prayer of എന്താണ് David. ഇവിടെ ദാവീദ് പറയുന്നത്? What does David say here? കർത്താവേ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, God, you don't long after sacrifices. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. You don't delight in burnt offerings. എന്താണ് ദാവീദ് അങ്ങനെ പറയുവാൻ കാരണം? What prompts David to say so? ഹനനയാഗം കൊണ്ടോ ഹോമയാഗം കൊണ്ടോ പരിഹരിക്കുവാൻ കഴിയുന്ന പാപമല്ല ദാവീദിന്റെ പാപം. Through sacrifices or burnt offerings, the sin of David cannot be resolved. ദാവീദ് അത്ര ഭയാനകമായ പാപത്തിനടിമയാണ്. David was subjected to such terrible അവനൊരു sin. കൊലപാതകയാണ്, He was a murderer. അവനൊരു വ്യഭിചാരിയാണ്. He was an adulterer. ന്യായപ്രമാണം ഈ രണ്ട് പാപത്തിന് നൽകുന്ന ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. And the decree that the law gives is stone him to death for both these sins. ഇത് അറിഞ്ഞുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, Knowing this, David says, കർത്താവേ, ഹനനയാഗത്താലും ഹോമയാഗത്താലും എന്റെ പാപം പരിഹരിക്കപ്പെടുവാൻ സാധിക്കത്തില്ല. Lord, through offerings of burnt offerings or sacrifices, my sin cannot be washed away. എന്റെ പാപത്തിന് ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, For my sin, you don't desire for sacrifice. എന്റെ പാപത്തിന് പകരം ഒരു ഹോമയാഗം അർപ്പിച്ചാൽ നീ പ്രസാദിക്കത്തുമില്ല. In the stead of my sin, if I give a burnt offering to you, you won't be pleased. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. If it were so, I would have given it in vain. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, But I am sure of one thing: തകർന്നും തുറുകിയുമുള്ള മനസ്സ്, a broken and contrite mind, തകർന്നും തുറുകിയുമുള്ള ഹൃദയം, a shredded and shattered heart. ദൈവമേ നീ ഒരു നാളും നിരസിക്കത്തില്ല. God, you will never despise. 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കണം. In Psalm 34, the 18th verse, we read so: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, The Lord is nigh unto the brokenhearted. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. He saveth such as be of a contrite spirit. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters hearkening to us tonight, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, whatever be the state of your life, നമുക്കൊരു തകർന്ന മനസ്സുണ്ടാവണം. let's have a broken mind. നിങ്ങൾക്കൊരു നുറുങ്ങിയ മനസ്സുണ്ടാവണം. You should have a broken mind. ലോകത്തിൽ ഒരു മനുഷ്യർക്കും നിങ്ങളോട് ഒരു പക്ഷേ ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കാം. Perhaps
perhaps no human being in this world can forgive you. ലോകത്തിലെ ഒരു പ്രമാണത്തിന് നിങ്ങളോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കാം. Maybe no law in this world will spare you. പക്ഷെ കർത്താവിന് തകർന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ? But do you have a broken mind before God? ഒരു നുറുക്കമുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടോ? Have you got a contrite spirit? ദൈവം അവർക്ക് സമീപസ്ഥനാണ്. If so, God is nigh unto them. ദൈവം അവരെ ഒരു നാളെ തള്ളിക്കളയും. Never will God reject them. ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. David is penning the psalm out of his own experience. അതുകൊണ്ട് നമുക്കൊരു ചുങ്കക്കാരന്റെ മനസ്സുണ്ടാവട്ടെ. Therefore, we need the mind of a publican. ആ ചുങ്കക്കാരൻ എന്താണ് ചെയ്തത്? What did the publican do? അവൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ. He didn't even dare to look up to heaven. മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. Pounding his chest, he implored to God. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണം. Lord, have mercy on me, a sinner. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണം. Oh Lord, have mercy on me, a sinner. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഉരുക്കം കണ്ടു. And God saw his heart അവൻ melting. നീതീകരിക്കപ്പെട്ടവനായി ദൈവസ്ഥലം വിട്ട് കടന്നുപോയി. Justified, he strode out of the presence of God. പത്രോസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നാട്ടെ. Visit the life of a person. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ ദൈവത്തെ തള്ളി പറഞ്ഞു. In a specific episode, Peter rejected Jesus. ഞാൻ ആ മനുഷ്യനെ അറിയത്തില്ല അവൻ പറഞ്ഞു. Hey, I don't know this man. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. I haven't even seen this man. എന്നാൽ പിന്നീട് അവൻ ചെയ്യുന്നതുകൊണ്ടാണ്. Later, what did he do? അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. He went out and wept bitterly. കർത്താവിന്റെ കണ്ണുനീര് കണ്ടു. God saw his tears. ഉയർത്തെഴുന്നേറ്റ് യേശു പത്രോസിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു. Resurrected Jesus walks right up to Peter and says, യോഹന്നാന്റെ മകനായ ശീമോനെ, Hey, Simon, son of John, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നു. above all these, do you love me? യോഹന്നാന്റെ മകനായ ശീമോനെ, Simon, son of John, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നു. above all these, do you love me? യോഹന്നാന്റെ മകനായ ശീമോനെ, Simon, son of John, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? are you affectionate towards me? നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനായൊരു ദൈവം. Oh, what a loving God our God is. നമ്മളോട് എത്രമാത്രം ക്ഷമിക്കുന്നവനായൊരു ദൈവം. How forgiving is our God towards us. ഇംഗ്ലീഷിൽ മനോഹരമായൊരു പാട്ടുണ്ട്. There is a beautiful song in English. On a hill far away എന്നാണ് ആ പാട്ട്. On a hill far away. 1912 In 1912, ജോർജ് ബെന്നാർഡാണ് ഈ പാട്ട് എഴുതിയത്. George Bernard wrote this song. ഭക്തനായ ജോർജ് ബെന്നാർഡ് ആ പാട്ട് എഴുതുമ്പോൾ When godly George Bernard wrote this song, അതിന്റെ ഓരോ വരികളിൽ നിറഞ്ഞിരിക്കുന്ന അർത്ഥത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. you can understand the spectrum of meaning embedded in each of the അവൻ ആ പാട്ടിൽ verses. എന്താണ് പറയുന്നത്? What are the lines of the song? അങ്ങ് ദൂരെ ആ മലമുകളിലെ Yonder on a hill far away ഒരു പഴയ പരിവരുത്ത കുരിശ് ഞാൻ കാണുന്നു. stood an old rugged cross. വേദനയും നിന്നയും ലജ്ജയും വെളിപ്പെടുത്തുന്നതായ ഒരു കുരിശ്. The emblem, the cross of suffering and shame. അത് ലോകത്തിന്റെ പ്രിയപ്പെട്ടവനും ഉത്തമനുമായ ഒരുത്തൻ, Where the dearest and the best in the world, പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഇതാ ബലിയായി തീർന്നിരിക്കുന്നു. slain, becoming a sacrifice for a world of sinners. എന്നിട്ട് വീണ്ടും ജോർജ് ബെന്നാർഡ് ഇപ്രകാരം എഴുതി. And George Bernard even wrote ആ again, പഴയ കുരിശിനെ ഞാൻ സ്നേഹത്തോടെ സംരക്ഷിക്കും. so I will cherish the old rugged cross എന്റെ സകല വിജയങ്ങളും അതിന്റെ ചുവട്ടിൽ ഞാൻ കൊണ്ടുവയ്ക്കും. till my trophies at last I lay ആ down. പഴയ കുരിശിനെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. I will cling to my chest the old rugged cross. ഒരു ദിവസം എന്റെ കർത്താവ് അതിന് പകരം എനിക്ക് കിരീടങ്ങളെ നൽകും. And one day the Lord shall trade it, exchange it for a എത്ര crown. മനോഹരമായ വരികൾ, Oh, gorgeous are these lines. എത്ര ആഴമേറിയ ദൈവസ്നേഹം. How deep is the love of God. ആരായിരുന്നു ഈ ജോർജ് ബെന്നാർഡ്? Who was George Bernard? അമേരിക്കയിൽ ഒഹായോ എന്ന പട്ടണത്തിലാണ് അവൻ ജനിച്ചത്. He was born in the city of Ohio in US. തികച്ചും ദരിദ്രമായ പശ്ചാത്തലം. Out of penury and destitution. അവന്റെ പിതാവ് ഒരു ഖനിത്തൊഴിലാളിയായിരുന്നു. His father was a laborer in the mine factory. ദാരിദ്ര്യമായ പശ്ചാത്തലത്തിലാണ് അവർ മുന്നോട്ട് പോയത്. They led their lives in poor background. യാദൃശ്ചികമായി അവന്റെ പിതാവ് പെട്ടെന്ന് മരിച്ചുപോയി. Accidentally his father passed away abruptly. ജീവിതം കഠിനമായ ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലുമായി തീർന്നു. Life entered the tunnel of sufferings and persecutions. സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തില് At the middle of financial crumbling, അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. he wasn't able to pull through with his education. അവൻ വിദ്യാഭ്യാസം നിർത്തി ജോലി ചെയ്തു. He stopped his education and he started to work. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജോലി. Life and work filled with misery. ജീവിതത്തിൽ നിരാശ കടന്നുകൂടി. And poignancy came hold of his life. ജീവിതത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നവൻ ചോദിക്കുവാൻ
അന്വേഷിക്കുവാൻ He തുടങ്ങി. was seeking for the purpose in his life. അവന്റെ ഹൃദയത്തിൽ പലവിധമായ സംശയങ്ങളും ചോദ്യങ്ങളും കടന്നു വന്നു. He had a lot of doubts and suspicions in his അവൻ life. ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുവാനിടയായി തീർന്നു. With his heart, he went away from God. ഒരു ഭാഗത്ത് നിരാശ, One side despair, മറുഭാഗത്ത് അവന്റെ മനസ്സിൽ ഭയങ്കരമായ കലക്കം. other side turmoil haunting his life. അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. His heart was going, alienating away from God. എന്നാൽ ഒരു ദിവസം One fine day, അവനൊരു പ്രസംഗം കേട്ടു. he heard a sermon. കർത്താവ് യേശുവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം, He heard the sermon regarding the crucifixion of Jesus. ക്രൂശിലൂടെയുള്ള പാപക്ഷമയെ കുറിച്ചുള്ള പ്രസംഗം, About the forgiveness granted through the cross, he heard. ഒരു രക്ഷയുടെ സന്ദേശം അവന്റെ കാതുകളും മുഴങ്ങി കേട്ടു. A message of gospel echoed in his യേശു ears. കാൽവറിയിൽ എന്റെ പാപങ്ങൾ നിമിത്തം മരിച്ചു. On the cross, Jesus died for my sins. യേശുവിന്റെ രക്തം എന്നെ The ശുദ്ധീകരിക്കും. blood of Jesus sanctifies ഈ me. പ്രസംഗം കേട്ടപ്പോൾ On hearing to this message, അത് അവന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ തുടങ്ങി. that touched his heart. അവൻ കരയുവാൻ തുടങ്ങി. He started sobbing. അവൻ വാവിട്ട് നിറഞ്ഞു അവന്റെ സകല തെറ്റുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞു. Not sobbing, he wailed aloud, confessed each of his sins to അവിടെ God. നിന്നുകൊണ്ട് ഹൃദയം അവന്റെ കർത്താവ് യേശുവിന് കൊടുത്തു. That day on, he gave his heart to Jesus. കർത്താവിനെ രക്ഷിതാവായി He സ്വീകരിച്ചു. accepted Jesus as a savior. അവനൊരു സുവിശേഷ പ്രവർത്തകനായി തീരുവാൻ തീരുമാനിച്ചു. And he became an evangelist. അങ്ങനെ ഒരു സ്വതന്ത്ര സുവിശേഷ പ്രവർത്തനായി താൻ മാറ്റപ്പെട്ടു. Thus he became an independent evangelist. അവൻ സുവിശേഷ പ്രവർത്തകനായി തീർന്നപ്പോൾ Once he became a gospelizer, പലർക്കും അവനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. many people couldn't accept him. പലരും അവനെ തെറ്റിദ്ധരിച്ചു. Many people misunderstood him. പലരും അവനെ പരിഹസിച്ചു. Many laughed at him. പലരും അവനെ നിന്ദിക്കുവാനും അപമാനിക്കുവാനും തുടങ്ങി. Many taunted, scoffed, and sneered and jeered at him. അവന്റെ ഹൃദയത്തിൽ വീണ്ടും നിരാശയായി. Again, despair taking hold of his life. ഞാനൊരു സുവിശേഷകനായി തീർന്നിട്ട് എന്റെ ഹൃദയത്തിൽ കലക്കങ്ങൾ മാറുന്നില്ല. See, I became an evangelist, but there is no stopping to the stirring of turmoil in my heart. അവന്റെ ഹൃദയം സംഘർഷം കൊണ്ട് നിറഞ്ഞു. His heart was going on through a tug of എന്നാൽ അവൻ war. കാൽവരിയെ ഒരു നിമിഷം ഓർത്തു. But for a moment, he reflected on Calvary. യേശു സഹിച്ച സകല വേദനകൾ അവൻ ഓർത്തു. The entire episode of Jesus' sufferings, he meditated. അവൻ ഓടിച്ചെന്ന് വേദപുസ്തകം എടുത്തു. He rushed, grabbed the Bible. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം മുഴുവനും വായിച്ചു He തീർത്തു. read the whole of John's Gospel, chapter 19. അതിനുശേഷം മത്തായിയുടെ സുവിശേഷം 27 അധ്യായം മൊത്തം വായിച്ചു തീർത്തു. Then flipped the pages to Matthew, chapter 27. The whole of it he read. കർത്താവ് കാൽവരിയിൽ സഹിച്ച ത്യാഗവും കഷ്ടതയും സഹനവും മുഴുവനും അവൻ വായിച്ചു തീർത്തു. The sacrifice, the patience, the sufferings that Jesus exhibited on the cross, he read it all. അവൻ വായിച്ചിട്ട് വാവിട്ട് കരയുവാൻ തുടങ്ങി. He read, and tears rolled down his cheeks. രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് അവൻ കിടന്നുറങ്ങി. After praying, he slept in the night. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാ ഒരു ദർശനം. While he was asleep, behold, he sees a ഒരു vision. കറുത്ത പരിവരുത്ത കുരിശിതാ ഉയർന്നു നിൽക്കുന്നു. An old rugged cross stands erect. അവിടെ ഇതാ രക്ഷകൻ ക്രൂശിൽ അവന്റെ രക്തം ഇറ്റിട്ട് താഴേക്ക് വീഴുന്നു. He watches blood trickling down the Savior's body. ആ രക്തം അവന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുന്നു. That blood is washing away the stains of his sin. അവന്റെ ഹൃദയം തകർന്നു പോയി. His heart crumbled. താൻ ആ കാൽവരിയിൽ നിൽക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. He felt himself standing on the cross. പ്രത്യേകമായ അനുഭവം. Oh, a special അവന്റെ experience. ആത്മാവ് ശാന്തമായി കഴിഞ്ഞപ്പോൾ Once his spirit rested, അവൻ എഴുന്നേറ്റു. he rose. അവന്റെ പിയാനോ എടുത്തു. He went up to his അവൻ piano. ധ്യാനിക്കുവാൻ തുടങ്ങി. He started to meditate. അവന്റെ ആത്മാവിൽ നിന്ന് ഗാനങ്ങൾ പുറത്തേക്ക് വന്നു. From his soul, songs oozed out. വാക്കുകളായി സ്വരങ്ങളായി അത് മുഴുവൻ അവൻ എഴുതി വെച്ചു. As songs and notes and lyrics, he wrote it അതാണ് all. മനോഹരമായ ഇംഗ്ലീഷ് പാട്ട്. That is a beautiful English song. On a hill far away On a hill far away stood an old rugged cross. stood an old rugged cross. ഇന്ന് രാത്രി ആ ക്രൂശിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. Tonight shall we think about that നമുക്ക് cross. ചേർന്ന് ആ പാട്ടൊന്ന് പാടിയാലോ? Together, let's sing that song. എല്ലാവരും നമുക്ക് അറിയാണ്ട് നമുക്ക് ചേർന്ന് അതിന്റെ രണ്ട് കണ്ണിക്ക് ഒന്ന് പാടിയാലോ? People of God are familiar, sing 2 lines. On a hill For the way stood an old rugged cross, the emblem of suffering and shame, and the love that will cross where the dearest and best for the world of lost sinners was slain. So I cherish the old rugged cross till my trophies at last I lay down. I will cling to the old rugged cross and exchange it someday for a crown. On that old rugged cross, so despised by the world,
has a wondrous attraction for me. For the dear Lamb of God left His glory above to bear it to dark Calvary. So much mercy over the cross, till my trophies at last I lay down. I will cling to the old rugged cross and ascend it someday for a crown. കർത്താവേ, എന്റെ സകല ബഹുമതികളും ബഹുമാനങ്ങളും ആ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ കൊണ്ടുവെക്കുന്നു. Lord, all my trophies, all my honor, I lay at the foot ആ of the ക്രൂശിനെ ഞാൻ cross. എന്റെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുടരുന്നു. I hug and embrace that cross close to my എന്റെ chest. കർത്താവിന്റെ ശിരസിലൂടെ നാൾ കിരീടങ്ങൾ ധരിപ്പിക്കുമെന്ന് എനിക്കറിയാം. I know that you will bear the thorns on your brow. രാത്രി കർത്താവിന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞ കവിയൻ. Tonight, may our hearts throb with the love of അവൻ God. ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. Remember, He is not far away from any. നമുക്ക് ദൈവത്തോട് അടുത്തു വരണമെന്നുണ്ടെങ്കിൽ For us to draw nigh to God, നമ്മൾ കേട്ടു നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. introductorily we listened, our heart should be sprinkled. രണ്ടാമത് നമ്മൾ കാണുന്നത് Secondly, നമ്മുടെ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടണം. our heart should be washed by pure water. വായിച്ചോട്ടെ, എബ്രായ ലേഖനം 10-22 വാക്യം. Let's read from Hebrews 10:22 yet again. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇവിടെ പറയുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം എന്ന് വായിക്കണം. Here it's written, bodies washed with pure water. ഇവിടെ എന്താണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? What do you mean by bodies washed with pure water? ഞാൻ നേരത്തെ പറഞ്ഞു തളിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിലെ ഒരു പ്രയോഗമാകും. First of all, I said sprinkling is a usage of the Old Testament. ഇവിടെ ശരീരം കഴുകപ്പെടുക എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു പ്രയോഗമാകും. Here, body being washed collectively is an Old Testament phrase. ഇവിടെ നമ്മുടെ കർത്താവ് യേശുവിനോട് അടുത്ത് നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിലും For us, the Lord, nigh to Lord Jesus Christ, ശുദ്ധവെള്ളത്താൽ നമ്മുടെ ശരീരം കഴുകപ്പെടണം. our body should be washed with pure water. പുറപ്പാട് പുസ്തകം 24-9 വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Exodus 24, the 9th അവിടെ verse, സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി therefore the ministry in the tabernacle, അഹരോനെയും പുരോഹിതനെയും പുത്രന്മാരെയും വസ്ത്രം ധരിപ്പിച്ച് that Aaron and the sons of Aaron were put on the attire, അവരെ അഭിഷേകം ചെയ്യുന്നതിന് മുൻപിട്ട് and prior to anointing them, സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി they brought to the threshold of the tabernacle, അവരെ വെള്ളം കൊണ്ട് കഴുകണമെന്നായിരുന്നു വ്യവസ്ഥ. and the law was they should be washed with water. അഭിഷേകം ചെയ്യും മുമ്പ് അവരെ വെള്ളം കൊണ്ട് കഴുകണം. Before being anointed, they should be washed with water. അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് വരുത്തി അഭിഷേകം ചെയ്യും മുമ്പ് വെള്ളം കൊണ്ട് കഴുകണം. Aaron's son should be summoned to the doorstep of the tabernacle before anointing, washed with water. ഈ സംഭവത്തെയാണ് പുതിയ നിയമത്തിലേക്ക് എടുത്ത് വിശുദ്ധ പൗലോസ് പറയുന്നത്. This episode is reiterated by Paul in the pages of the New Testament. കർത്താവ് യേശുക്രിസ്തുവിനോട് നിങ്ങൾക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ For you to approach close to Lord Jesus, അഭിഷേകം ചെയ്യും മുമ്പ് നിങ്ങൾ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടേണ്ടിയിരിക്കുന്നു. before being anointed, you should be purged with pure water. അതാണ് തീത്തോസിന്റെ ലേഖനം 3-6 വാക്യത്തിലേക്ക് വരുമ്പോൾ That's why when we turn to Titus chapter 3, the 6th അവിടെ verse, നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. there we read so, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് we are justified by His grace. നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ We should be heirs according to the hope of eternal life. ഒന്ന് പുനർജനന സ്നാനം നമുക്ക് ആവശ്യമാണ്. First of all, we are in need of regenerating water baptism. പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമുക്ക് ആവശ്യമാണ്. Secondly, we are in need of the renewal of the Holy Spirit. ഇവിടെ നമുക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? What do we identify here? നീതീകരിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ A child of God who is justified, നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ for him to become an heir of eternal life, പുനർജനന സ്നാനം അവന് ആവശ്യമാണ്. he is in need of born again water baptism. രണ്ട് പരിശുദ്ധാത്മാവിന്റെ നവീകരണം ആവശ്യമാണ്. Secondly, renewal of the Holy Spirit is essential. ഇതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിലും യേശു പറഞ്ഞത്. This is what Lord Jesus Christ spoke in His sermon. യോഹന്നാന്റെ സുവിശേഷം 3-5 വാക്യത്തിലേക്ക് വരുമ്പോൾ John's Gospel chapter 3, the 5th verse, യേശു നിക്കോദെമോസിനോട് പറയുകയാണ്, Jesus spoke to Nicodemus, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ if a man is not born of water and of the Spirit, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. he cannot enter the kingdom of heaven. അതുകൊണ്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, Therefore, do you want to become an heir of eternal life? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. You cannot but be born of water and the Spirit.
അഭിഷേകം ചെയ്യും മുമ്പ് ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടേണ്ടിയിരിക്കും. Before being anointed, being washed by pure water. ഇവിടെ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടുക എന്ന് പറയുമ്പോൾ Meaning of washing by pure water. അത് ജലസ്നാനത്തെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. That signifies water baptism. അത് വെള്ളത്തിൽ നിന്ന് ജനിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. That mentions about being born out of the water. ജലസ്നാനം ദൈവസഭയുടെ അതിപ്രധാനമായ ഒരു കൽപ്പനയാകുന്നത് കാണുവാൻ സാധിക്കും. Water baptism is a prominent commandment given to the Church of God. എന്തുകൊണ്ടാണ് ജലസ്നാനത്തിന് ഇത്രമാത്രം പ്രാധാന്യം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. People quiz, why is water baptism given so many significance? സ്നാനമേൽക്കുവാൻ അല്ല സ്വർഗത്തിൽ പോകുവാൻ സ്നാനമേൽക്കേണ്ടതായിട്ടുണ്ടോ? Is it really essential and necessity to be baptized to go to heaven? പെന്തക്കോസ്തുകാരെ, നിങ്ങൾ എന്തിനാണ് സ്നാനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? Why do you Pentecostal people attach so much importance to water ഞങ്ങൾ baptism? സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ പല കാരണങ്ങളുള്ളതായി തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. When we go through the word of God, we got lot of reasons to give importance to water baptism. ഒന്നാമത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. First of all, Lord Jesus was baptized under the hands of John the Baptist. രണ്ടാം കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി യോഹന്നാനേക്കാൾ അധികം ആൾക്കാരെ സ്നാനപ്പെടുത്തി. Secondly, Lord Jesus Christ took his disciples along with him and then they were baptized. മൂന്നാമത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് Thirdly, before Lord Jesus Christ rose heavenward, അവസാനമായി തന്റെ ശിഷ്യന്മാരെ വിളിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, the final duty that is appointing and committing to the disciples. സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. All power in heaven and earth I give to you. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് Therefore you go preach the gospel to all the Gentiles. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. Those who believe, baptize them in the name of the Father, Son and Holy Ghost. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. Lo, I will be with you even to the end of the നമ്മുടെ world. കർത്താവിന്റെ അന്ത്യ കൽപ്പനയാണ് ജലസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. The final commandment of Lord Jesus is water അത് baptism. മാത്രമല്ല, റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Further, turn to Romans chapter 6, അതിന്റെ 1 മുതൽ 6 വരെ നമ്മൾ വായിച്ചാൽ verses 1 to 6. പുതിയ നിയമസഭയിലേക്ക് എല്ലാവരും സ്നാനമേറ്റവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. All the members of the New Testament church were baptized. വിശുദ്ധ പൗലോസ് അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. Saint Paul is saying so. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുക. All of us who have joined with Christ through water baptism. പുതിയ നിയമസഭയിൽ എല്ലാവരും സ്നാനമെടുത്തവരായിരുന്നു. Every member of the New Testament church was water baptized. യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. Jesus was baptized under the hand of John the Baptist. യേശു തന്റെ ശിഷ്യന്മാരെ കൊണ്ട് സ്നാനപ്പെടുത്തി. Disciples of Jesus were also baptized. യേശു സ്നാനപ്പെടുത്താനുള്ള കൽപ്പന കൊടുത്തു. Jesus gave the law to give water baptism. 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭയിൽ സ്നാനപ്പെട്ടവരായിരുന്നു എല്ലാ വിശ്വാസികളും. In the first century, inside the church of God, all the believers were baptized. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്? Why do we take baptism? തിരുവെടുത്ത് പഠിക്കുമ്പോൾ സ്നാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അനേക വചനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. When we go through the word of God, we come across n number of verses that gives prominence to water baptism. ക്രിസ്തുവിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. For us to be one with the death, burial and resurrection of Lord Jesus Christ, we are being baptized. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. That is what we find out in Romans chapter 6, the 3rd verse. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് വായിക്കുന്നു. We read that we are buried with him since we are being dead through the baptism of Christ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. Lord Jesus died. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അടക്കി. Lord Jesus was buried. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. Lord Jesus rose up with power. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ 3 അനുഭവങ്ങൾ ഉണ്ടാവണം. Even in our spiritual lives, these 3 experiences should be latent. ഒന്നൊരു മരണം ഉണ്ടാവണം. First of all, there should be a death. 2 അടക്കം ഉണ്ടാകണം. Followed by a burial. 3 ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണം. Eventually a resurrection. ഇതാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. This is what you mean by faith baptism. എന്താണ് നമ്മിൽ ഉണ്ടാകേണ്ട മരണം എന്ന് പറയുന്നത്? What is the sin that is found in us? നമ്മുടെ ആ പഴയ മനുഷ്യൻ, Our old man. ആദാമ്യ പ്രകൃതത്തിൽ ജീവിച്ച പഴയ മനുഷ്യൻ, Man who lived according to the nature of Adam. പാപത്തിൽ ജീവിച്ച പഴയ മനുഷ്യൻ, Old man who lived in sin. ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട പഴയ മനുഷ്യൻ, Old man slave unto the bad deeds. അധർമ്മത്തിന് അശുദ്ധിയിലും ജീവിച്ച പഴയ മനുഷ്യൻ. Old man who was submerged in iniquity and transgressions. പഴയ മനുഷ്യൻ മരിക്കണം. That old man should die. ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ When Lord Jesus died on the cross, മാനവകുലത്തിന്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് മരിച്ചത്. he took upon himself the whole lot of the sins of mankind and ആ died. ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ
നമ്മുടെ പഴയ മനുഷ്യനും മരിക്കണം. With that Christ, the old man should be dead. ആ പാപത്തിൽ ജീവിച്ച പഴയ മനുഷ്യൻ മരിക്കണം. That old man that lived in sin should die. എന്നിട്ട് ആ പഴയ മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിടണം. Then fetch that old man and bury him. അതിനാണ് നമ്മൾ സ്നാനജലത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. That is the process of stepping down into the waters of baptism. സ്നാനജലത്തിൽ ഇറങ്ങിച്ച് നമ്മൾ മുടികൾ സ്നാനം എടുത്തു കഴിയുമ്പോൾ, Once we immerse inside the water and we take water baptism, ആ പാപ സംബന്ധമായി മരിച്ച പഴയ മനുഷ്യനെ കൊണ്ടുചെന്ന് കുഴിച്ചിടുകയാണ്. that old man dead unto sin is brought down and buried. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ, Just like how Lord Jesus Christ died and he resurrected, നമ്മൾ സ്നാനജലത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുമ്പോൾ once we ascend the stairs out of the water, ഒരു ജീവന്റെ പുതുക്കം നമുക്കുണ്ടാവുകയാണ്. we are having a newness of life. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറ്റപ്പെടുകയാണ്. We are transformed as a new creature. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, Old man is dead. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. Oh, now we are a new creature. ഇതിനാണ് നമ്മൾ സ്നാനമെടുക്കുന്നത്. For this we take water baptism. സ്നാനമെടുക്കുമ്പോൾ When we are baptized, നമ്മുടെ പഴയ മനുഷ്യനെ കൊണ്ടുചെന്ന് കുഴിച്ചിടും. old man taken away and buried. പാപസംബന്ധമായി മരിച്ചവരായി നമ്മൾ പിന്നെ അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പൗലോസ് ചോദിക്കുന്നു. Paul is posing the question, we who are dead in the sin, how do we live in that? പാപസംബന്ധമായി മരിച്ച മനുഷ്യനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? A man who is dead into sin, what should he do? അവനെ എത്രയും പെട്ടെന്ന് അടക്കിയേ പറ്റത്തുള്ളൂ. No sooner should he be buried. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. And then there awaits a resurrection. യേശുക്രിസ്തു നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. Lord Jesus died for our sins. ആ മരിച്ച ക്രിസ്തുവിനെ അടക്കി. The dead Christ was buried. അടക്കിയ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. Buried Christ rose up. നാമം പാപസംബന്ധമായി മരിക്കുന്നു. We too die in sin. ആ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിടുന്നു. Old man is buried in water. ഇതാ ജീവന്റെ പുതുക്കത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. Behold, we emerge as a new creature in the fullness of life. ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുവാനാണ് നമ്മൾ സ്നാനമെടുക്കുന്നത്. We are baptized to become partakers of the birth, burial and resurrection of Jesus. നമ്മൾ സ്നാനജലത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ, Once we emerge out of the waters of baptism, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. if a man is in Christ, he is a new creature. പഴയത് കഴിഞ്ഞുപോയി. All things have passed ആ പഴയ away. മനുഷ്യൻ നമ്മളെ വിട്ടുപോയി. Old man has saying goodbye to ആ us. സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഭക്തനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about a saint called Saint Augustine. ഒരു കാലത്ത് താൻ സകലവിധമായ തെറ്റിലും പാപത്തിലും ജീവിച്ചവനാണ്. The time passed, he lived in all sorts of sins and സകല mischief. ദുർനടപ്പുകളിലും ജീവിച്ചു. He was a fornicator. പരസ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തി. He had acquaintanceship with different women. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം അവനെ തേടി വന്നു. But the love of God came in search അവൻ of him. മാനസാന്തരപ്പെട്ടു. He repented. അവൻ ദൈവപൈതലായി He തീർന്നു. became a child of ഒരു പുതിയ God. സൃഷ്ടിയായി He മാറ്റപ്പെട്ടു. became a new creature. അവനൊരു ദൈവപൈതലായി തീർന്ന ശേഷം After he got transformed as a child of ഒരു God, ദിവസം അവൻ അവന്റെ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ, one day as he was walking through the അവൻ streets, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ കാലത്തിൽ അവനോടുകൂടെ പാപത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. he met a woman who lived along with him in sin prior to his ഈ repentance. സ്ത്രീ ഓടി അഗസ്റ്റിന്റെ അടുക്കിലേക്ക് വന്നു. The woman rushed excitedly to this Augustine. അവൻ ഉറക്കെ വിളിച്ചു, അഗസ്റ്റീൻ എന്ന് വിളിച്ചു. She called out loud, "Hey Augustine!" അഗസ്റ്റീൻ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. Augustine did just ignored her. വീണ്ടും അവൾ വിളിച്ചു, അഗസ്റ്റീൻ എന്ന് വിളിച്ചു. Again she called out, "Hey Augustine!" അവൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. He didn't even bother her. അവൾ ഓടിച്ചെന്ന് അഗസ്റ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, And now she confronted him and said, നിങ്ങൾ അഗസ്റ്റീൻ അല്ലേ? "Hey, aren't you Augustine?" അവൻ പറഞ്ഞു, He said, സഹോദരി സംഭവം അറിഞ്ഞില്ലേ? "Sister, didn't you know?" എന്ത് സംഭവിച്ചു? "Hey, what happened?" അഗസ്റ്റീൻ മരിച്ചുപോയി. Augustine is dead. പിന്നെ ഈ നിൽക്കുന്ന നിങ്ങളോ? Who is this guy? നിന്നോടുകൂടെ പാപത്തിൽ ജീവിച്ച പഴയ അഗസ്റ്റീൻ മരിച്ചുപോയി. The old Augustine who lived with you in sin, he's no ഇത് more. ക്രിസ്തുവിന് അനുരൂപനായി തീർന്ന പുതിയ അഗസ്റ്റീനാണ്. This is a new Augustine fashioned with Christ. ഈ അഗസ്റ്റീൻ നിന്നോട് ഒരു ബന്ധവുമില്ല. This Augustine holds no acquaintanceship with നീ എന്നെ you. വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു. You depart from me, he ഒരു പുതിയ said. സൃഷ്ടിയായി തീരുന്ന അനുഭവം. An experience of becoming a new creature. അതിനു വേണ്ടിയാണ് നാം ജലസ്നാനം സ്വീകരിക്കുന്നത്. For that we take water baptism. അത് മാത്രമല്ല, Moreover, ഗലാത്യ ലേഖനം 3:22 വാക്യത്തിലേക്ക് വരുമ്പോൾ, in Galatians 3:21, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലവിധമായ പാപങ്ങളിൽ ജീവിച്ചു. in our past days we lived in so many sins. ലോകത്തോട് ചേർന്ന് ജീവിച്ചു. We lived with the world. പാപത്തോട് ചേർന്ന് ജീവിച്ചു. We held close acquaintanceship with sin. ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളോട് ചേർന്ന് ജീവിച്ചു. We had worldly company. പാപത്തിന്റെ ഉല്ലാസത്തോട് ചേർന്ന് ജീവിച്ചു. We allured with the pleasures of the അതെല്ലാം world. നമ്മുടെ ജീവിത വസ്ത്രത്തെ കറപിടിപ്പിച്ചു. And everything stained the garment of our ആ lives. അഴുക്ക് പിടിച്ച കറപിടിച്ച ജീവിത വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് You should put off the dirty stained garment of life ഒരു പുതിയ വസ്ത്രം ധരിക്കണം. and put on a new raiment. ഇനിമേലാലൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ Hereafter, if I have a ഞാൻ life, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കും. I will live close to my ഞാൻ Jesus. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കും. I will live clinging on to അത് Jesus. മാത്രമല്ല, എന്റെ വസ്ത്രം എന്ന് പറയുന്നത് Moreover, my garment, ക്രിസ്തുവിന്റെ നീതിയെ ഞാൻ ധരിക്കുവാനിടയായി തീരും. I
will clothe the righteousness of Christ. ക്രിസ്തുവിനെ ധരിക്കുവാനിടയെ തീരും. I will drape Christ. ഗലാത്യലേഖനം 3:22 വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. Galatians 3:22, that's what we go through. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും All of us, we are baptized to join Jesus Christ. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. We have put on Christ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, Therefore, beloved people of God listening to me, നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ തീരുമാനിക്കണം. we should make up our mind to merge with Christ. ലോകമേ, നിനക്ക് എന്നോട് യാതൊരു ബന്ധവുമില്ല. Hey world, you've got nothing to do with പാപമേ, me. നിനക്ക് എന്നോട് യാതൊരു സഖ്യതയുമില്ല. Hey sin, no more acquaintanceship with ഞാൻ ഇന്ന് me. മുതൽ യേശുവിനോട് ചേർന്ന് ജീവിക്കാം. Here on, I live with my Jesus. ആ തീരുമാനത്തിലേക്ക് കടന്നു വരുമ്പോൾ When you arrive at such a decision, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ധരിക്കുകയാണ്. you are putting on Christ in your life. പാപത്തിന്റെ കറ പിടിച്ച പഴയ വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് The stainful old garment is put off. ക്രിസ്തുവിന്റെ നീതിയാൽ പ്രകാശിക്കുന്ന പുതിയ വസ്ത്രം ധരിക്കുകയാണ്. Oh, the raiment shining bright with the glory of Christ ഇപ്പോൾ you നമ്മളെ adore. കണ്ടാൽ യേശുവിനെ കാണുന്നത് പോലെയാണ്. Now the only curse, see Jesus instead of you. നമ്മൾ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ നീതിയാകുന്നു. We put on the righteousness of നമ്മൾ Christ. ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാകുന്നു ധരിച്ചിരിക്കുന്നത്. We have clad on Christ himself. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and നിങ്ങൾ sisters, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? are you willing to join Christ in love? ക്രിസ്തുവിനെ ജീവിതത്തിന്റെ വസ്ത്രമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? Are you interested to make Christ a raiment of your life? അങ്ങനെയെങ്കിൽ വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനമേൽക്കണം. If so, take baptism based on the ലോകത്തിൽ law. ധാരാളം പല വിധത്തിലുള്ള സ്നാനങ്ങളുണ്ട്. You can come across different types of baptism in the world. തിരുവെടുത്ത് പറഞ്ഞ് വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനം ഒന്ന് മാത്രമേ ഉള്ളൂ. Word of God says there is just one baptism based on the law. വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനം എന്ന് പറയുമ്പോൾ Baptism based on the law, what is it? ഒന്ന്, സ്നാനമേൽക്കുന്ന ആൾ വിശ്വസിക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം. First of all, the person who is getting baptized, he should be capable to believe. എന്താണ് വിശ്വസിക്കേണ്ടത്? What should he believe? യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുവാൻ He കഴിവുള്ളവനായിരിക്കണം. should believe that Lord Jesus is Lord. യേശു എന്റെ ജീവിതത്തിന്റെ കർത്താവെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാൻ കഴിവുള്ളവനായിരിക്കണം. He should be capable to believe and confess that Jesus is the Lord of my life. വിശ്വാസം ഏറ്റുപറഞ്ഞാണ് ജലസ്നാനം സ്വീകരിക്കേണ്ടത്. You should confess the faith and then take baptism. രണ്ടാമത് സ്നാനമേൽക്കുന്ന വ്യക്തി Secondly, the person who is baptized, മാനസാന്തരപ്പെട്ട he വ്യക്തിയായിരിക്കണം. should be repented. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. You should repent and for the remission of your sin be baptized in the name of Jesus. അപ്പോൾ സ്നാനമെടുക്കുന്നവർക്ക് രണ്ട് യോഗ്യതകൾ Therefore, ഉണ്ടായിരിക്കണം. two qualifications for those who are to be baptized. ഒന്ന്, അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു വീക്ഷിച്ച് മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കണം. First of all, confess, forsake his sins and be repented. രണ്ട്, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസം ഏറ്റുപറയുവാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. Secondly, they should be capable to confess their faith that Jesus is അങ്ങനെ Lord. മാനസാന്തരപ്പെട്ട് Likewise, repent, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് confessing Jesus as Lord. ദൈവ വ്യവസ്ഥ പ്രകാരമുള്ള ജലസ്നാനം സ്വീകരിക്കണം. Based on the counsel of God, you should take baptism. ദൈവ വ്യവസ്ഥ പ്രകാരമുള്ള ജലസ്നാനം എന്ന് പറയുമ്പോൾ Baptism based on the law of God is പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് the name of the Father, Son and Holy Ghost, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ശുശ്രൂഷകന്റെ കൈക്കീഴില് under the hands of a consecrated, anointed servant of God. വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് Step down to the waters. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടതുപോലെ In the river of Jordan, like Jesus Christ was baptized under the hands of John the വെള്ളത്തിൽ Baptist. മുങ്ങി ജലസ്നാനം സ്വീകരിക്കണം. Drown, immerse in the water and be ആ baptized. സ്നാനജലത്തിൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ As we come out of the baptism of ജീവന്റെ waters, പുതുക്കത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. we are translated into the newness of ഒരു പുതിയ life. സൃഷ്ടിയായി നമ്മൾ മാറ്റപ്പെടുകയാണ്. We become a new creature. അങ്ങനെ നമ്മൾ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി തീരണം. Likewise, we are washed with pure water. എന്തിനു വേണ്ടിയാണ് ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടുന്നത്? Why? What's the need for us to be washed by this water? അഹരോനെ അവന്റെ പുത്രന്മാരെയും Aaron and his sons, അഭിഷേകം ചെയ്യും മുമ്പായി before anointing them, സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വരുത്തി they mustered before the tabernacle. ശുദ്ധവെള്ളം കൊണ്ട് കഴുകണം. They should be washed with pure water. ശുദ്ധവെള്ളം കൊണ്ട് കഴുകുന്നത് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ടാണ്. Being washed by pure water is happening before being anointed. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ജലസ്നാനം സ്വീകരിക്കണം. To receive the Holy Spirit, you should be baptized. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Believe and receive the Holy അത് Ghost. ദൈവിക വ്യവസ്ഥയാകുന്നു. That is the law of God. എന്താണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്? What do you mean by Holy Ghost? ദൈവിക തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. The third personality in the divine Trinity is the Holy ആ Spirit. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിശ്വാസത്താൽ നമ്മളിലേക്ക് ഏറ്റെടുക്കണം. That Holy Spirit, the triune God, we should accept with faith in our ആ hearts. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വന്ന് അധിവസിക്കുമ്പോൾ When that Holy Spirit flutters down to us and resides within us, നമ്മൾ പിന്നെ കേവലം സാധാരണ മനുഷ്യരല്ല. no longer are we mere ordinary നമ്മളുടെ ഈ beings. ശരീരം സാധാരണ ശരീരമല്ല. Our body is not an ordinary
holy body. ദൈവത്തിന്റെ മന്ദിരമാകുന്നു. This is the temple of ദൈവത്തിന്റെ God. ആലയമാകുന്നു. This is the temple of ഇതിൽ God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ട്. Because the Spirit of God resides here. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ, Therefore, dear inhabitants of the land, heeding to me. സ്നേഹിതരെ, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Friends, believe and be baptized. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ After we get baptized, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെടും. once we receive the Holy Spirit, we are becoming the temple of നമ്മൾ God. ദൈവത്തിന്റെ ആലയമായി മാറ്റപ്പെടും. We are converted as the temple of അത് God. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ Moreover, the Holy Spirit, വാഗ്ദത്തത്തിന്റെ ആചാരം എന്നാ പറഞ്ഞിരിക്കുന്നത്. that's the earnest of the Spirit. അത് വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയുള്ള മുദ്ര എന്നാ പറഞ്ഞിരിക്കുന്നത്. That's the seal for the day of redemption. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് The hope of the Christian life നമ്മുടെ is കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. the second advent of Lord Jesus. കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ ഇവിടെ എടുക്കപ്പെടും. A band of saints will soar from this world against the second return. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ളതിന്റെ For to be caught up in the coming of the Lord, ആ അച്ചാരമാകുന്നു പരിശുദ്ധാത്മാവ്. the earnest is the Holy Spirit. ഒരു ദൈവിക മുദ്രയാകുന്നു പരിശുദ്ധാത്മാവ്. That's the divine seal, the Holy ആ Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു മുദ്രയായി പതിക്കപ്പെടുമ്പോൾ When that Holy Spirit stands a seal inside us, ദൈവവും നാമുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. we and God form a pact. എന്താണ് ആ ഉടമ്പടിയിൽ പറയുന്നത്? What is the lines of the covenant? ഇതാ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. Behold, at the coming of the Lord, I will redeem ഞാൻ നിന്നെ you. എന്റെ അരികിലേക്ക് ചേർത്ത് കൊണ്ടുപോയിക്കൊള്ളാം. I will come, gather you, take you to me. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് The Holy Spirit, സകലതും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തിയാണ്. exceeding power that subdues all ഈ things. ലോകത്തിൽ ഒരു ദൈവവൈദ്യന് വിരോധമായി പോരാടുന്ന പല ശക്തികളുമുണ്ട്. There are different forces that work against a child of God in this world. പാപം അവന് വിരോധമായി പോരാടിക്കൊണ്ടിരിക്കും. Sin fights against him. പിശാച് അവന് വിരോധമായി The പോരാടിക്കൊണ്ടിരിക്കും. devil strives against him. ലോകത്തിന്റെ പ്രലോഭനങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. Pleasures of the world, enemies him. മരണത്തിന്റെ ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കും. Powers of death wages against him. ഇതിനെ എങ്ങനെയാണ് നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നത്? How can we trounce all these forces? പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പാപത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. By the Holy Spirit we can subdue sin. പരിശുദ്ധാത്മാവിനെ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. By the Holy Spirit we can subject the pleasures of the world. പരിശുദ്ധാത്മാവിനെ ജഡത്തിന്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തുവാൻ The സാധിക്കും. lust of the flesh we can subdue with the Holy Spirit. പരിശുദ്ധാത്മാവിനെ പിശാചിന്റെ പ്രവർത്തികളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. Works of the devil subdued through the Holy Spirit. അത് മാത്രമല്ല, Moreover, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ at the advent of Lord Jesus, അവന്റെ കാഹളനാദം മധ്യാകാശത്തിൽ കേൾക്കുമ്പോൾ when his resounding trump echoes in the mid sky, ഒരിമപ്പെടുതിയിൽ നമ്മൾ രൂപാന്തരപ്പെടുവാനിടയായി in തീരും. a twinkling of an eye we shall be ക്രിസ്തുവിൽ transformed. മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുവാനിടയായി തീരും. The dead saints in Christ shall rise. എങ്ങനെയാണ് മൃതന്മാർ ഉയർപ്പിക്കപ്പെടുന്നത്? How were the saints being resurrected? യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് The same Spirit that raised Jesus from the dead, നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ if it works in ആ us, പരിശുദ്ധാത്മാവിനാൽ അവന്റെ മൃതന്മാർ ഉയർപ്പിക്കപ്പെടും. by the Holy Spirit all his saints shall rise. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലാണോ നീ? Are you a child of God who received that Holy Spirit? കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ When the trump of God resounds, കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ in the flickering of നീ an eye, രൂപാന്തരപ്പെട്ട് you will be transformed. അമർത്യതയെ You പ്രാപിക്കും. will put on immortality. തേജസ്കരിക്കപ്പെടുവാനിടയായി You'll be തീരും. glorified. ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ സാധിക്കും. Beyond the blue, you'll soar. സകലത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തി. The power that subdues it all. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, ആകയാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, if you yearn to be collected at the coming of the Lord, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ if ആഗ്രഹിക്കുന്നെങ്കിൽ, you want to draw nigh unto God, ഒന്ന് യേശുവിന്റെ രക്തത്താൽ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. first of all, your hearts should be washed by the blood of രണ്ട് Jesus. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. Secondly, bodies washed with pure water. അത് ഒന്ന് മാനസാന്തരത്തെ വെളിപ്പെടുത്തുന്നു, First one shows repentance, ഏറ്റുപറച്ചിലിനെ വെളിപ്പെടുത്തുന്നു, and that shows confession. അനുതാപത്തെ വെളിപ്പെടുത്തുന്നു. Removes. രണ്ടാമത് ജലസ്നാനത്തെ വെളിപ്പെടുത്തുന്നു. Secondly, water baptism. മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ Thirdly, വെളിപ്പെടുത്തുന്നു. shows the Holy Spirit. ഇത് മാത്രം പോരാ, Not enough. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് You should have the full assurance of faith. കർത്താവിന്റെ അടുത്തിലേക്ക് നീ വരണം. Draw nigh unto എന്താണ് God. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം എന്ന് What പറയുന്നത്? is the full assurance of faith? എബ്രായ ലേഖനം 11:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: Hebrews chapter 11, the 6th verse. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ He who comes unto God, രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കണം. two things he has to believe. എന്താണ് വിശ്വസിക്കേണ്ടത്? What should he believe? ഒന്ന്, ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. First of all, you believe that there is a രണ്ട്, God. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവർ പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കണം. Secondly, he's a rewarder of them that diligently seek ഈ him. രണ്ട് കാര്യങ്ങളും വിശ്വസിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വരണം. Believe in these two things and draw nigh unto ഒരു God. ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കണം. Firmly believe there is a God. രണ്ട്, ചോദിച്ചാൽ എന്റെ ദൈവം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. Secondly, firmly believe whatever
whatsoever I ask, the Lord shall give to me ആ for sure. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് Having the full assurance of that faith, ഏത് ആവശ്യവുമായിട്ട്, with any need of ഏത് yours, പ്രശ്നവുമായിട്ട് with any problem of നീ yours, കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വാ. you draw nigh to നിന്റെ God. പ്രശ്നങ്ങൾക്ക് Oh, പരിഹാരമുണ്ടാകും. there's solution for നിന്റെ your problem. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും. Answer for your questions. നിന്റെ ഭാരങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാം. There will be removal of your നിന്റെ burdens, രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. healing for your ഇന്ന് sickness. രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Dear people of God, mustered here ഈ tonight, വചനം ഒരു ശക്തിയായി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണം. as a power, may this verse penetrate ഈ within you. വചനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ This സാധിക്കും. word can perform miracles in your ഈ life. വചനത്തിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ സാധിക്കും. This word can heal ഈ you. വചനത്തിൽ നിങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളെ അടിച്ചുവിടുവാൻ സാധിക്കും. This word can unleash the devil's forces in your ഈ life. വചനത്തിൽ നിങ്ങൾക്ക് ജയജീവിതം തരുവാൻ സാധിക്കും. This word can command a ഈ victorious life. വചനത്തിന് സാത്താനെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. This word can help you subdue the devil. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ സാധിക്കും. That can give solution for any of പക്ഷെ your problems. പൂർണ്ണ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. But have the full assurance of faith. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. My God will work for me. 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു ജോർജ് മുള്ളർ. George Muller was a saint who lived in England in the 19th century. താൻ വിശ്വാസവീരനായ ജോർജ് മുള്ളർ, He was a warrior of faith, പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ a warrior in prayer. അനേകം അനാഥ കുട്ടികളെ താൻ സംരക്ഷിച്ചു. He took hold and took care of many വലിയ infants. അനാഥാലയം നടത്തിക്കൊണ്ടുപോയി. He was carrying on an orphanage, എന്നാൽ ഒരു ദിവസം but one fine day, തന്റെ കയ്യിൽ 50 പൈസ പോലുമില്ല. he didn't have a penny with him. തന്റെ അനാഥാലയത്തിൽ ഒരു ധാന്യമില്ല. There is no barn in his orphanage അടുത്ത now. ദിവസം നേരം പുലർന്നു. Next day, early in the ജോർജ് morning, മുള്ളറിന്റെ അസിസ്റ്റന്റ് തന്റെ അടുക്ക വന്ന് ചോദിച്ചു, the assistant of George Muller came to him and പാസ്റ്റർ, said, നമ്മൾ എന്ത് ചെയ്യും? Pastor, what will we do? ഒരു ധാന്യം പോലും ഇവിടെ ശേഷിക്കുന്നില്ല. There's nothing remaining for അല്പം food. പോലും പണം ഫണ്ടിലില്ല. No money left ഇന്ന് over. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും? Today, what shall we give the children to eat? ജോർജ് മുള്ള പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. George Muller said, hey, let's അനാഥരെ pray. കുട്ടികളെല്ലാം വിളിച്ചു വരുത്തി. All the orphans were mustered. ജോർജ് മുള്ള പറഞ്ഞു, George Muller said, നമുക്ക് പ്രാർത്ഥിക്കാം. let us pray. നമ്മുടെ യേശു അത്ഭുതങ്ങളെ Oh, ചെയ്യും. Jesus will do miracles. കർത്താവേ, ഞങ്ങൾക്ക് ആഹാരം തരണം. Oh Lord, give us food. അവരിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. They embarked the അവർ prayer. പ്രാർത്ഥന അവസാനിപ്പിക്കാറായപ്പോൾ As they were about to conclude the prayer, അവിടെ അനാഥാലയത്തിന്റെ വാതിക്കൽ ആരോ തട്ടുന്നു. someone knocked at the door of the അവർ ചെന്ന് orphanage. കതവ് തുറന്നു നോക്കിയപ്പോൾ As they opened the door, പട്ടണത്തിലെ വലിയൊരു ബേക്കറി ഉടമയാണ്. that was an owner of a huge bakery താൻ in the വന്ന് city. ജോർജ് മുള്ളറോട് പറഞ്ഞു, He uttered unto George ഇന്നലെ Muller, രാത്രി ഒരു പോളക്കണ്ണ് അടച്ചുറങ്ങുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. last night not a minute I slept. ദൈവം എന്നോട് ഇടപെട്ടു. God dwelt with me. ജോർജ് മുള്ളറിന്റെ അനാഥാലയത്തിൽ കുഞ്ഞുങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണമില്ല. The children are starving in the orphanage of George Muller. ഞാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി. Last night I was sparing my sleep. I was creating food for all the children ഇത് here. അവർക്ക് ആവശ്യമായ ബ്രെഡുമായിട്ട് വണ്ടി കടന്നു വന്നിട്ടുണ്ട്. Yeah, I've come with the bread for the whole lot of ബ്രെഡ് them. മുഴുവൻ ഇറക്കി വെച്ചു. And he kept it down. അവര് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ As they were praising, വീണ്ടും വാതിക്കൽ മുട്ടുന്നു. another doorbell. നോക്കിയപ്പോൾ ഒരു പാലുവണ്ടിയാണ്. To the surprise, a milkman carrying a അതിന്റെ vehicle. ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, The owner said, ഞങ്ങളുടെ പാലുവണ്ടി ഇവിടെ വന്നപ്പോൾ കേടായി. our vehicle that broke down ഇതിലെ here, പാലെല്ലാം കേടായി പോകും. the milk is going to be damaged. ദയവായി നിങ്ങളുടെ ആരാധാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണം. Please, can you give it to the children in the orphanage? സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ അത് എടുത്തുകൊണ്ട് വന്നു. Praise the Lord, they accepted it with ആ joy. കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ആവശ്യമായ റൊട്ടിയും പാലും കൊടുത്തു. The whole lot of bread for all the children, they gave it joy. ഓ, നമ്മുടെ ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ് ചിന്തിച്ചേ. Oh, what a God of miracles is ours. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവമാണ് ചിന്തിച്ചേ. Our God makes the impossible possible. ഇതുപോലൊരു പ്രശ്നത്തിലാണോ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്? Are you stranded in the midst of such a problem? ഇന്ന് രാത്രി ഒരു വിടുതൽ നിങ്ങൾക്കുണ്ട്. Tonight there is a deliverance for you. അല്പം മുമ്പ് ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. A little while earlier you hearkened to a testimony സൗഖ്യമാക്കുന്ന കർത്താവിനെ കുറിച്ച്. about the healing God കെനിയിലെ നെയ്റോബി എന്ന പട്ടണത്തിലെ in the land of Nairobi. ഗ്രേസ് വാഞ്ചറി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. There was a woman named Grace Vanchini. അവിടെ വയറ്റിലൊരു വലിയ ട്യൂമർ ഉണ്ടായിരുന്നു. There was a tumor in her abdomen അത് വലിയൊരു ക്യാൻസർ ആയിരുന്നു. that turned out to be cancer. ഡോക്ടർ പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. Doctor said it's impossible to do surgery. ശസ്ത്രക്രിയ ചെയ്താൽ ആൾ മരിച്ചു പോകും. Surgery is done, the person will pass ഓ, away. പക്ഷെ ഗ്രേസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ With തുടങ്ങി. faith, Grace embarked the prayer. അവൾ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യം, പക്ഷെ ദൈവത്തിന് She സാധ്യം. said impossible with men, but possible with യേശു God. സുഖപ്പെടുത്തുന്ന ദൈവമാണ്. Jesus is the God of healing. അവൾ കണ്ണുനീർ പൊഴിച്ച് ദൈവത്തോട് കൈമലർത്തിയ പ്രകാരം പ്രാർത്ഥിച്ചു. Tears gushing out, she wailed and cried unto the Lord. യേശുവേ, നീ കാൽവരി എനിക്കായി വില കൊടുത്തവനായ ദൈവമാണ്. Jesus, you paid the price for me on the cross. എന്നെ സൗഖ്യമാക്കുവാനും നിന്നെ കൊണ്ട് സാധിക്കും. You are able to heal me നിന്നിൽ too. മാത്രമേ എനിക്ക് പ്രത്യാശയുള്ളൂ. In you alone, I hope, അവൾ Lord. കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴോ ഉറങ്ങിപ്പോയി. She wailed, cried, and she slept. രാത്രി അവിടെ വയറ്റിൽ കൂടെ തണുപ്പും ചൂടുമുള്ള വെള്ളം ഒഴുകുന്നത് പോലെ അനുഭവപ്പെട്ടു. She felt warm and chilling water flowing through her belly. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക്
അവർക്ക് വേദനയില്ല. In the dawn, pain is no more. ഡോക്ടർ ഒരിക്കൽ പോയി പരിശോധിച്ചു. She went to the doctor and scanned. ആ ട്യൂമർ പൂർണ്ണമായി മാറ്റപ്പെട്ടു. The tumor is plucked out. വൈദ്യന്മാരെ കൊണ്ട് കഴിയാത്തത് Failed where യേശുവിനെ കൊണ്ട് സാധിക്കും. possible with God. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes. ഇന്ന് രാത്രി ഏത് ആവശ്യഭാരത്തോടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു? Tonight, with what all burdens you're here, തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു. Word of God proclaims. നമ്മൾ സാധാരണ മനുഷ്യരല്ല. We are not ordinary people. നമ്മുടെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും Whenever we call unto the Lord our God, നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ as He is nigh unto us, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ എന്ന് ചോദിക്കുന്നു. which other nation is there whom our God is so near? യേശു പ്രകാരം പറഞ്ഞു. Jesus said, 2-3 നാമത്തിൽ എവിടെ കൂടി വന്നാലും wherever 2 or 3 gather in my name, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. I am in the midst. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, God to those who call upon Him, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന for those who truly call unto Him, ഏവർക്ക് സമീപസ്ഥനാണ്. He is near unto all ഒരു of നിമിഷം them. കണ്ണുകൾ അടച്ചാട്ടെ. One moment, close your മുഴങ്കാലുകളെ eyes. മടക്കിയാട്ടെ. On the knees, ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് where you are, കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചാട്ടെ. lift your hands and pray. ഒരു മനുഷ്യനും നിന്നെ നോക്കുന്നില്ല. No man is looking at you. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് Just look at Jesus. നിന്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും, Whatever be your problem, നിന്റെ ഭാരം എന്ത് തന്നെയാണെങ്കിലും, no matter your burden, ലജ്ജ കൂടാതെ നീ ദൈവത്തോട് വിളിച്ചു പറ. without shame cry to കർത്താവ് God. എന്നെ തുടരണമേ കർത്താവേ. Touch me, Lord. കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ കർത്താവേ. Heal me, Lord. ദൈവത്തെ നീ സ്തുതിച്ചാട്ടെ. You praise God. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Glorify God. അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. Speak in tongues. സ്തുതി ഉള്ളിടത്ത് വിടുതലുണ്ട്. Where praise is, there is deliverance. ആരാധന ഉള്ളിടത്ത് വിടുതലുണ്ട്. Where worship is, there is deliverance. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. Tonight behold the miracles of God. വിശ്വാസത്തോടെ നീ വിടുതൽ പ്രാപിച്ചാട്ടെ. With faith be delivered. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു മടങ്ങിപ്പോയട്ടെ. See the work of God and quit. യേശു നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. Jesus is touching you. പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുകയാണ്. Holy Spirit touches you. വിശ്വസിക്കുന്നേ സംശയമനേ, വിശ്വസിക്കുന്നേ സംശയമനേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ. ഓ വിശ്വസിക്കുന്നേ, വിശ്വാസത്തോടെ ആമേൻ. വിശ്വസിക്കുന്നേ സംശയമേ, ആമേൻ. അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ, ആമേൻ. അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ. ഓ വിശ്വസിക്കുന്നേ സംശയമേ, ആമേൻ. വിശ്വസിക്കുന്നേ സംശയമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ. വിശ്വസിക്കുന്നേ സംശയമേ, വിശ്വസിക്കുന്നേ സംശയമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ. വിശ്വസിക്കുന്നേ സംശയമേ, വിശ്വസിക്കുന്നേ സംശയമേ, അത്ഭുതങ്ങളെന്നും ചെയ്തിടണമേ, അത്ഭുതങ്ങൾ